ഗോവിന്ദനാമ സങ്കീർത്തനം കമനീയ കിശോരബുദ്ധമൂർത്തേ കളവേണുക്കൊണിതാമൃതാനേണ്ടോ മമ വാചി വിജൃംഭതാം മുരാരേണം മധുരിം കണികാപി കൃഷ്ണായ വാസുദേവായ ദേവകീനന്ദനായ ച നന്ദഗോപകുമാരായ ഗോവിന്ദായ നമോ നമഃ. പീതാംബരം കവിരാജിതശങ്കരകൗമോദഗീതരസിജം അരുണാസമുദ്രം രാധാസഹായമതിസുന്ദരമന്ദഹാസം കാലേശമനിശം പ്രതി ഭാവയാമി. സർഗം വിസർഗം സ്ഥാനം പോഷണം പൂതി മന്വന്തരം ഈശാനുകഥ നിരോധം മുക്തി ആശ്രയം, ഇങ്ങനെ 10 ലക്ഷണമാണ് ഭാഗവതത്തിന്. 335 അധ്യായമാണ് ഭാഗവതം. 12 സ്കന്ധങ്ങളാണ് ഭാഗവതത്തിനുള്ളത്. 18,000 ഗ്രന്ഥമാണ് ഭാഗവതത്തിൽ. ഒരു ഗ്രന്ഥം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 32 അക്ഷരം. അപ്പൊ 18,000 ഗ്രന്ഥം എത്ര അക്ഷരമാണ് എന്ന് നോക്കി ആ അക്ഷരം മുഴുവനും ഒരു സ്ഥലത്തിരുന്ന് പാരായണം ചെയ്ത് കഴിഞ്ഞാൽ പ്രത്യക്ഷ കൃഷ്ണ ഏവഹി, അവിടെ ആ ഭഗവാന്റെ പ്രത്യക്ഷ സ്വരൂപത്തിനെ നമുക്ക് കാണാനായിട്ട് സാധിക്കും. അതാണ് ഭാഗവതത്തിന്റെ പ്രത്യേകത. ഇപ്പോൾ നമ്മൾ ഭാഗവതം ഇങ്ങനെ പാരായണം ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ അവിടെ ഭഗവാൻ ഒരു സ്വരൂപത്തിൽ ഇരിക്കുന്നുണ്ട്. സപ്താഹങ്ങൾ തുടങ്ങിക്കഴിഞ്ഞാൽ അവിടെ ഭഗവാൻ ആവിർഭവിക്കും. പ്രഹ്ലാദസ്ഥാളധാരി, പ്രഹ്ലാദൻ തുടങ്ങിയതായിരിക്കുന്ന ആളുകൾ നാരദ മഹർഷി കീർത്തനം ചെയ്യുന്നതോട് കൂടിയിട്ട് താളം പിടിക്കാൻ പ്രഹ്ലാദൻ തുടങ്ങിയതായിരിക്കുന്ന ആളുകൾ സപ്താഹ യജ്ഞത്തിലേക്ക് എത്തിച്ചേരുന്നു. അർജുനൻ തുടങ്ങിയതായിരിക്കുന്ന ആളുകളൊക്കെ അവിടെ അതാ എത്തിച്ചേരുന്നു. പലരും നൃത്തം ചെയ്യുന്നു. പലരും ആ ഭാഗവത സപ്താഹ യജ്ഞത്തിലെ അദൃശ്യ രൂപികളായി നാരദാദി മഹർഷീശ്വരന്മാരായി എത്തിച്ചേരുന്നു. സകല ദേവീദേവന്മാരുടെയും സാന്നിധ്യം ഭാഗവതം വായിക്കുന്ന സ്ഥലത്ത് ഉണ്ടാവും. നമ്മളുടെ കുലപരദേവത കിരാതമൂർത്തി ഭാഗവതം എവിടെയാണോ വായിക്കുന്നത് അവിടേക്ക് ഇതാ എത്തിച്ചേരുന്നു. ഏത് രൂപത്തിലാണെന്നാണ് അറിയാത്തത്. മുട്ടുകുത്തുന്ന രൂപത്തിലാണ്, ഇനി ഒരു 10 വയസ്സ് രൂപത്തിലാണോ, അതല്ല കുറച്ചും കൂടിയൊക്കെ വലുതായി കാട്ടിലൂടെ ഭഗവാൻ ഇങ്ങനെ നടക്കുന്നു. കൊട്ടാക്കി ബാലവട്ടത്തിരുമിഴി ജടയക്കാറും കേതകി പൂവ് ചൂടി മട്ടാകെ തന്നെ മാറ്റി ഹൃദയുടെ സുതയായി സാക്ഷാൽ ഭഗവാൻ കിരാതമൂർത്തിയായി ഏത് രൂപത്തിലാ ഭാഗവത സപ്താഹ യജ്ഞത്തിൽ വന്നിരിക്കുന്നത് ചിലപ്പോ ഈ കണ്ണോട്ട് നമുക്ക് കാണാൻ സാധിച്ചില്ലാതെ വരാം. എന്നാലും നമുക്ക് കാണാൻ സാധിക്കുന്നില്ല വെച്ചാലും ഭഗവാൻ അവിടെ വന്നിരിക്കാതിരിക്കാൻ പറ്റില്ല. ആ ഭഗവാൻ നമ്മുടെ അടുത്ത് വന്നിരിക്കുന്നുണ്ട്. മാത്രമല്ല സകല ദേവീ ദേവന്മാരുടെയും സാന്നിധ്യം ഉള്ള സ്ഥലമാണ് ഭാഗവത സപ്താഹ യജ്ഞം. സകല ഗുരുനാഥന്മാരുടെയും സാന്നിധ്യമുള്ള സ്ഥലമാണ്. ഭാഗവതം എഴുതിയതായിരിക്കുന്ന വേദവ്യാസ മഹർഷി, ഭാഗവതം പറഞ്ഞുകൊണ്ടിരിക്കുന്നതായ ശ്രീശുഭ ബ്രഹ്മർഷി അവിടെ അതാ എത്തിച്ചേരുന്നു. ഇങ്ങനെ സപ്താഹ യജ്ഞങ്ങൾ തുടങ്ങിക്കഴിഞ്ഞാൽ നമ്മളുടെ കാരണവന്മാരായിരിക്കുന്ന ആളുകൾ, പിതൃക്കൾ, ആ പിതൃക്കൾക്ക് മോക്ഷം കിട്ടുന്നതാണ് ഭാഗവത പാരായണം.
നമ്മളൊരു സ്ഥലത്തിരുന്ന് ഭാഗവതം ഇങ്ങനെ വായിക്കാനായിട്ട് പുറപ്പെട്ട സമയത്ത് അവരുടെ പിതൃക്കൾക്കൊക്കെ മരിച്ചുപോയ ആൾക്കാർ അവർക്കും കൂടി മോക്ഷത്തിനെ പ്രദാനം ചെയ്യുന്നതാണ് ഭാഗവത സപ്താഹം. സപ്താഹം നടത്തിയാൽ പിന്നെ പിതൃക്കളൊക്കെ മോക്ഷത്തിലേക്ക് എത്തിച്ചേരുന്നു. സാധാരണ പിതൃമുക്തിക്ക് വേണ്ടിയിട്ട് നമ്മൾ എന്താ ചെയ്യുക? പല കർമ്മമൊക്കെ ചെയ്ത് സ്വന്തമൊക്കെ നടത്തി അതേ സമയത്ത് പ്രതിമയിലേക്കൊക്കെ ആവാഹിക്കും. ഇവിടെ പ്രതിമയൊന്നും വേണ്ട, സപ്താഹങ്ങൾ തുടങ്ങിയാൽ വരും. അപ്പൊ തന്നെ അവരിത് അവിടെ വന്നിരിക്കണം, അവർക്ക് ആ മോക്ഷത്തിലേക്ക് എത്തിച്ചേരാൻ സാധിക്കുന്നു. ഇങ്ങനെ പ്രത്യക്ഷ കൃഷ്ണ സ്വരൂപത്തിൽ ആ ഭഗവാൻ ഇവിടെ വന്നിരിക്കുന്നു. ദേവകീ വസുദേവന്മാര് കാരാഗൃഹത്തിൽ എങ്ങനെയാണോ ഭഗവാനെ കണ്ടത്, തമത്ഭുതം ബാലകമംബുജേക്ഷണം ചതുർഭുജം ശംഖഗദായുധായുധം ശ്രീവത്സലക്ഷ്മം ജലശോഭികൗസ്തുഭം പീതാംബരം, അങ്ങനെയുള്ള ആ രൂപത്തില് ഭഗവാൻ എങ്ങനെ വന്നിരിക്കും. എന്നാൽ സപ്താഹത്തിലോ തേനേയും വാക്കുമയി മൂർത്തി, വാക്കുകളെ കൊണ്ട് അക്ഷരങ്ങളെ കൊണ്ട് നിർമ്മിച്ചതായ ശബ്ദ ബ്രഹ്മസ്വരൂപത്തില് ഭഗവാൻ അവിടെ സാന്നിധ്യം ചെയ്യുന്നുണ്ട്. ഇങ്ങനെ 10 ലക്ഷണങ്ങളോടുകൂടിയ ആ ശ്രീമദ് ഭാഗവതം, അതില് ദശമസ്കന്ധത്തിൽ ആദ്യം മുതൽ അവസാനം വരെ ഭഗവാന്റെ കഥകളാണ് വർണ്ണിക്കുന്നത്. അതില് ബാലലീലകള്, പിന്നീടാണ് ഭഗവാന്റെ ആ വൃന്ദാവന ലീലകള്. ശ്രീകൃഷ്ണ ഭഗവാൻ കാളിന്തി നദിയുടെ തീരത്ത് എത്തിച്ചേർന്ന് കാളിന്തി നദിയിലേക്ക് എടുത്ത് ചാടി കാളിയന്റെ അഹങ്കാരമാകുന്ന ഫണത്തിന്റെ മുകളിലേക്ക് കൃഷ്ണനങ്ങനെ എടുത്ത് ചാടിയതോടുകൂടി കാളിയന് വേദനയായി. കാളിയൻ അഹങ്കാരമാകുന്ന ഫണം ഇങ്ങനെ ഉയർത്തുന്നതിനനുസരിച്ച് ഭഗവാൻ ആ ഫണത്തിന്റെ മുകളിലേക്ക് കയറി അങ്ങോട്ട് ചാടി. അവസാനം കാളിയന് വല്ലാത്ത വിഷമം. കാളിയൻ തന്റെ ശിരസിലുള്ള കൃഷ്ണനെ പിന്നെ കൂടെ വാലുയർത്തി തലയിൽ നിന്ന് തട്ടി താഴത്തേക്ക് ഇടാനായിട്ട് പുറപ്പെട്ടപ്പോ ശ്രീകൃഷ്ണ ഭഗവാൻ ഇടത്തെ കൈകൊണ്ട് കാളിയന്റെ വാല് പിടിച്ചു. ഇതിന് കാളിയന്റെ ചെവി പറഞ്ഞു, നന്നായിട്ടോ കാളിയ, എന്റെ ഈ ശിരസിന്റെ മുകളിൽ എന്തൊരു വഴിക്കാന്നാ വിചാരിച്ചത്, ഒരു ബാലൻസ് ഇല്ലാതെ നിൽക്കുകയായിരുന്നു. ഇപ്പൊ നിന്റെ ഈ വാല് കൈ കിട്ടിയപ്പോ കാളിയസ്യ ഭണാഗ്രരംഗനടനും വേണം ദക്ഷിണേ പുച്ഛം വേഷ്ടിതവാമപാണി. ഭഗവാൻ ആ ഇടത്തെ കയ്യില് കാളിയന്റെ വാലൊക്കെ പിടിച്ച് ശിരസില് നിന്ന് നൃത്തം ചെയ്യുന്നതായ കാളിയ മർദ്ദനം. ഗോവർദ്ധന ധാരിയായിക്കൊണ്ട് ശ്രീകൃഷ്ണ ഭഗവാൻ ഗോവർദ്ധനത്തിനെ ഉയർത്തി സപ്താഹമേകഹസ്തേന, ഒരു കൈ അങ്ങനെ ഉയർത്തി ആ ഗോവർദ്ധനത്തിനെ മുകളിലേക്ക് എങ്ങനെ പിടിച്ചുകൊണ്ട് നിൽക്കണ കൃഷ്ണന്റെ അടുത്ത് കൂട്ടുകാര് വന്ന് പറഞ്ഞു, കൃഷ്ണ കയ്യത്തെ കുറയുണ്ട് വെച്ചാൽ എന്നോട് പറഞ്ഞു, ഞാൻ കഴിച്ചാൽ സഹായിക്കാം എന്ന് അതിന്റെ ചോട്ടിൽ നിൽക്കുന്ന ഗോപബാലന്മാര് ഭഗവാന്റെ ആ വേണുഗാനം കേട്ട് ഭഗവാന് ഈ മുകളില് ഗോവർദ്ധനുള്ളതുകൊണ്ട് കാലനക്കാൻ പറ്റില്ല. കാലനക്കാൻ പറ്റില്ല. അതേപോലെ കാലനങ്ങാതെ നിൽക്കുന്ന ഗോവർദ്ധനത്തിന്റെ ചോട്ടില് വേറെ കുറെ ആൾക്കാരുണ്ട്. ആ വ്രജവാസികളൊക്കെ അവർക്ക് എന്താ അനങ്ങാൻ പറ്റാതെയായത്? ഭഗവാൻ അതിമനോഹരമായിട്ട് അങ്ങനെ വേണുഗാനം ചെയ്യുന്നു. വേണുഗാനം കേട്ട് കഴിഞ്ഞാൽ പിന്നെ അവരൊക്കെ മറക്കും, എല്ലാതും മറക്കും. പശുക്കള് അവരെങ്ങനെ പകുതി കഴിച്ചതായിരിക്കുന്ന പുല്ല് അത് കിടക്കാൻ മറന്നുകൊണ്ട് നിൽക്കുന്ന പശുക്കള്, ഭഗവാന്റെ വേണുഗാനത്തിനെ ആസ്വദിക്കുന്നതായ അവിടെയുള്ളതായിരിക്കുന്ന മയിലുകള് അവരെങ്ങനെ നൃത്തം ചെയ്യാനായിട്ട് പുറപ്പെടുന്നു. ഇങ്ങനെയുള്ള ഭഗവാന്റെ വേണുഗാനം മാത്രമല്ല
ഗോപസ്ത്രീകൾ എല്ലാവരും കൂടി കൃഷ്ണൻ തന്റെ ഭർത്താവായിട്ട് തീരണേ എന്ന് വിചാരിച്ച് കാളിന്തി നദിയുടെ തീരത്ത് ദേവിയെ ഉപാസിക്കുന്നു. അങ്ങനെ ആ ദേവി ഉപാസന നടത്തിക്കൊണ്ടിരിക്കുന്ന ഗോപസ്ത്രീകളെ അനുഗ്രഹിക്കാൻ ഭഗവാൻ തന്റെ സഹോദരിയായ പത്മനാഭന്റെ സഹോദരിയാണ് ഭഗവതി. അങ്ങനെ കാത്യായനി ദേവിയെ അടുത്തേക്ക് വിളിച്ചു വരുത്തി പറഞ്ഞു, അതെ എന്നെയാണ് അവര് പൂജിക്കുന്നത് എന്ന് വിചാരിച്ച് നീ അങ്ങോട്ട് പോകുന്നു വേണ്ട, ഞാൻ വിളിക്കൊള്ളാം. ശ്രീകൃഷ്ണ ഭഗവാൻ കാളിന്തി നദിയുടെ തീരത്തെത്തിയപ്പോ അനവധി വസ്ത്രങ്ങൾ അങ്ങനെ അവിടെ നടക്കുന്നത് കണ്ടു. ഭഗവാൻ നല്ല പരിചയ ഓരോ വസ്ത്രവും. തന്റെ കൂട്ടുകാരിമാരുടെ ഒക്കെ വസ്ത്രം നല്ല പരിചയ കൃഷ്ണൻ. കാരണം ഓരോ ദിവസവും ഈ വൃന്ദാവനത്തിലേക്ക് കളിക്കാൻ പോകുന്നതിന്റെ മുന്നേ ഭഗവാൻ ഓരോ കൂട്ടുകാരിമാർക്കും പ്രത്യേകമായിട്ട് വാട്സാപ്പിൽ മെസ്സേജ് അയക്കും, നാളെ ഇന്ന നിറത്തിലുള്ള വസ്ത്രം കൊടുക്കാൻ വേണ്ട. അപ്പൊ നല്ല പരിചയം. ആ വസ്ത്രമൊക്കെ പാടത ഒന്നിച്ചെടുത്ത് ഭഗവാൻ എങ്ങനെ കദംബ വൃക്ഷത്തിന്റെ മുകളില് കെട്ടിവെച്ചു. എന്നിട്ട് ഒരു കൊമ്പിന്റെ മുള ഇങ്ങനെ ഇരുന്ന് അതിമനോഹരമായി ഭഗവാൻ എങ്ങനെ വേണുഗാനം ചെയ്യാനായിട്ട് പുറപ്പെട്ടപ്പോ കാളിന്തി നദിയില് കടുത്തറ്റം വെള്ളത്തില് നിൽക്കുന്ന ഗോപസ്ത്രീകള് വെള്ളത്തിലേക്ക് നോക്കിയപ്പോ ഭഗവാന്റെ പ്രതിബിംബം വെള്ളത്തിൽ ഇങ്ങനെ കാണണം. അപ്പൊ പ്രതിബിംബം ഇവിടെ കഴിച്ചാൽ ബിംബം ഉണ്ടാവാതിരിക്കില്ല എന്നുള്ള രീതിയിൽ കടുത്തറ്റം വെള്ളത്തില് ആ ഗോപസ്ത്രീകൾ ഇങ്ങനെ മുകളിലേക്ക് നോക്കിയപ്പോ അവിടെ അതാ ശ്രീകൃഷ്ണ ഭഗവാൻ. ഗോപസ്ത്രീകൾ ഭഗവാനെ കണ്ടപ്പോ ഭഗവാനോട് പറഞ്ഞു, കൃഷ്ണ എന്റെ പല രൂപവും ഞങ്ങൾ കണ്ടിട്ടുണ്ട്, പക്ഷെ ഇങ്ങനെ മരത്തിന്റെ കൊമ്പിന്റെ മുകളിൽ ഇരിക്കുന്ന രൂപം ഇതുവരെ കണ്ടില്ല. ആദ്യമായിട്ടാണ് മരത്തിന്റെ കൊമ്പിന്റെ മുകളിൽ രണ്ട് കാലും താഴത്തേക്ക് എടുത്തിട്ട് കയ്യിലേക്ക് വേണുവിനെ എടുത്ത് വേണുഗാനം ചെയ്യുന്ന നിന്റെ രൂപം ഞങ്ങൾ ഇതുവരെ കണ്ടില്ല കൃഷ്ണ. അപ്പോഴാണ് അവര് നോക്കിയത്, ഇവിടെ കൃഷ്ണൻ മാത്രമല്ല ഞങ്ങളുടെ വസ്ത്രം കൂടി അതിന്റെ മുകളിൽ കാറ്റത്തിന് ഇങ്ങനെ അതി കളിക്കുന്നുണ്ട്. അതുകൊണ്ട് ഗോപസ്ത്രീകള് കൃഷ്ണനോട് പറഞ്ഞു, കൃഷ്ണ നീ ആ വസ്ത്രമൊക്കെ ഞങ്ങൾക്ക് ഇതാ പറഞ്ഞത്. ഭഗവാൻ ചോദിച്ചു, ഇല്ലെങ്കിലോ എന്നുവെച്ചാലോ നിന്റെ അച്ഛനിയ നന്ദഗോപര്, ആ നന്ദഗോപരോട് ഞങ്ങൾ പോയി പറഞ്ഞു. അപ്പൊ ഭഗവാൻ പറഞ്ഞു, അങ്ങനെ അടിച്ച ഒരു കാര്യം ചെയ്യുക, ആദ്യം അച്ഛനോട് പോയി പറഞ്ഞു എന്നിട്ട് വസ്ത്രം തരാം. അപ്പോഴാണ് അവരെ ആലോചിച്ചത്, അല്ല വസ്ത്രമില്ലാതെ എങ്ങനെയാ വെള്ളത്തൊന്ന് കയറി പോവുക. ഈ ഗോപസ്ത്രീകൾക്ക് ശ്രീകൃഷ്ണ ഭഗവാനെ നല്ല പരിചയമാണ്. ഓരോ ദിവസവും കൃഷ്ണൻ വീട്ടിലേക്ക് കയറി വന്ന് വെണ്ണയുടെ പാത്രവും അതേപോലെ പാലിന്റെ പാത്രമൊക്കെ എടുത്ത് കൊണ്ടുപോകുമ്പോ ഗോപസ്ത്രീകള് കൃഷ്ണനെങ്ങനെ മുന്നിലെങ്ങനെ ഓടുമ്പോ പിന്നിൽ നിന്ന് അവര് കൃഷ്ണനെ സുന്ദരാന്ന് വിളിക്കും. സുന്ദരാന്നുള്ള വിളി കേൾക്കുന്നതോട് കൂടിയിട്ട് ഭഗവാൻ അവിടെ ഒന്ന് തിരിഞ്ഞു നിൽക്കും. ഇവരെന്തിനാ ഈ സുന്ദരാന്ന് വിളിക്കുന്നത്? അവർക്ക് പാലിന്റെ പാത്രം കിട്ടാൻ വേണ്ടിയിട്ടല്ല, വെണ്ണയുടെ പാത്രം കിട്ടാൻ വേണ്ടിയിട്ടല്ല, പിന്നെ തിരിഞ്ഞു നിൽക്കുന്ന കൃഷ്ണനെ കാണാൻ വേണ്ടിയിട്ടാണ്. അവിടേക്കും ഇടത്തെ കയ്യിൽ വെണ്ണപ്പാത്രമൊക്കെ പിടിച്ച് പാദങ്ങളില് സ്വർണത്തിന്റെ പാദസരമൊക്കെ അണിഞ്ഞ് പീതാംബരപ്പെട്ടൊക്കെ ഉടുത്ത് അരയില് സ്വർണത്തിന്റെ ആഭരണമൊക്കെ അണിഞ്ഞ് കഴുത്തില് ചെറിയ സ്വർണ്ണാഭരണമൊക്കെ അണിഞ്ഞ് കയ്യിലൊക്കെ സ്വർണ്ണാഭരണമൊക്കെ അണിഞ്ഞ് കണ്ണൊക്കെ നന്നായിട്ട് എഴുതി ഗോപിക്കുടിയൊക്കെ അണിഞ്ഞ് ഭഗവാൻ പീലി തിരുമുടിയൊക്കെ ആയി ഒന്ന് തിരിഞ്ഞു നിൽക്കുന്നത് കാണാൻ വേണ്ടിയിട്ടാണ് ഇവര് സുന്ദരാന്ന് വിളിക്കുന്നത്. ഫോട്ടോഗ്രാഫർമാരൊക്കെ അങ്ങനെ നേരെ ഫോട്ടോ എടുക്കില്ല, അവര് പറയും ഒന്ന് തിരിഞ്ഞ് അങ്ങോട്ട് നിൽക്കും ഇങ്ങോട്ട് നിൽക്കും. അപ്പൊ സുന്ദരാന്ന് വിളിക്കുന്നു. ഈ ഗോപസ്ത്രീകളും തന്റെ ആ വസ്ത്രം കിട്ടാൻ വേണ്ടി ശ്രീകൃഷ്ണ ഭഗവാനെ ഒരു പ്രത്യേക പേര് വിളിച്ചു, ശ്യാമസുന്ദര. ശ്യാമസുന്ദര എന്നുള്ള വിളി കേട്ടപ്പോ സുന്ദരാന്നവിടെ കേട്ടപ്പോ അപ്പൊ ഭഗവാൻ തന്നതായി, നീ എന്തെങ്കിലും സമ്മതിച്ചോ ഞാൻ സുന്ദരനാണ് എന്നുള്ള രീതിയിൽ വസ്ത്രമൊക്കെ പാടതായി എടുത്ത് ആ ഗോപസ്ത്രീകളുടെ കയ്യിലേക്ക് ഇതാ കൊണ്ടുപോയിട്ട് കൊടുക്കും. മാധവം ഓരോ ഗോപസ്ത്രീകളുടെയും ഇടയിൽ വെച്ച് ഭഗവാൻ എങ്ങനെ നൃത്തം ചെയ്യുന്നു.
ആ ഗോപസ്ത്രീകളെ കയ്യും പിടിച്ച് വള്ളിക്കൂട്ടിലേക്ക് കൂട്ടിക്കൊണ്ടുപോയി തന്റെ കൂട്ടത്തില് നൃത്തം ചെയ്യാൻ യോഗ്യതയുള്ള സ്ത്രീകളാക്കി മാറ്റിയത്. ശ്രീകൃഷ്ണ ഭഗവാൻ തന്നെ ഓരോ ഗോപസ്ത്രീകളുടെയും പാദങ്ങളില് പാദസര അണിയിക്കണം. അവരുടെ ആ വസ്ത്രം ഭഗവാൻ തന്നെ അണിയിച്ചതാ കൊടുക്കുന്നു. അവർക്ക് കഴുത്തിലേക്ക് മാല അണിയിച്ചു കൊടുക്കുന്നു, കയ്യിലേക്ക് ആഭരണം അണിയിച്ചു കൊടുക്കുന്നു, അവരുടെ തലമുടി വേർപ്പെടുത്തി കൊടുക്കുന്നു. അവരുടെ തലമുടിയിലെ ആഭരണം ഭഗവാൻ തന്നെ അണിയിക്കുന്നു, അവരുടെ കണ്ണ് ഭഗവാൻ തന്നെ എഴുതി കൊടുക്കുന്നു. ഇങ്ങനെ ഓരോ ഗോപസ്ത്രീകളെയും ഭഗവാൻ തന്റെ കൂട്ടത്തിൽ എങ്ങനെ വേണം നൃത്തം ചെയ്യിക്കുക എന്നുള്ള രീതിയിൽ നന്നായിട്ട് അണിയിച്ചൊരുക്കി അവരുടെ കയ്യും പിടിച്ച് രാസക്രീഡ മണ്ഡപത്തിൽ എത്തിച്ചേർന്ന് നടത്തിയതായിരിക്കുന്ന അതിമനോഹരമായിരിക്കുന്ന ഭഗവാന്റെ രാസ നൃത്തം എത്ര കാലം നടന്നത് എന്ന് ആർക്കും പറയാൻ സാധിക്കില്ല. കാരണം പറയാൻ സാധിക്കണ വെച്ചാൽ എന്ത് വേണം, സൂര്യനടക്കം ഈ രാസനൃത്തങ്ങളെ കണ്ടു നോക്കി നിൽക്കാതെ. അപ്പൊ സൂര്യൻ നൃത്തത്തിൽ ഞങ്ങൾ യാത്രയായാലേ സമയം പോകും. എത്ര സമയ എത്ര കാലാണ് രാസ നൃത്തം രാസലീല നടന്നത് എന്ന് ആർക്കും പറയാനായിട്ട് സാധിക്കില്ല. ഹൃദ്രോഗമാശ്വപഹിനോതി പിന്നീടാണ് ഭഗവാൻ അവിടെ നിന്ന് മധുരയിലേക്ക് ഇതാ യാത്രയാവുന്നത്. അക്രൂരോദിജതാം രാത്രി താം രാത്രി. നാളെ കൃഷ്ണനെ കാണാൻ വൃന്ദാവനത്തിലേക്ക് പോകുന്നുണ്ട് എന്നൊക്കെ അറിഞ്ഞതോടുകൂടി ഉറക്കമില്ലാതെ ഉറങ്ങാതെ അവിടെ പോയാൽ എങ്ങനെയാ കൃഷ്ണനെ കാണുക, എന്തായിരിക്കും കൃഷ്ണന്റെ രൂപം? ആ ഭഗവാന്റെ രൂപത്തിനെ തന്നെ ചിന്തിച്ച് ഉറങ്ങാതിരിക്കുന്ന ആ ക്രൂരൻ. അതല്ല, പിറ്റേ ദിവസം രാവിലെ നേരത്തെ എഴുന്നേറ്റ് കുളിയൊക്കെ കഴിഞ്ഞ് തേരിലേക്ക് കയറി. ആ തേരങ്ങനെ പോകുന്ന സമയത്ത് അക്രൂരനെ ആലോചിച്ചു, കംസോപദാദ്യാകൃതമേത്യനുഗ്രഹം. ഈ കംസൻ ക്രൂരനാന്ന് ആരാ പറയുന്നത്? ഞാൻ പറയില്ല. ഇത്രയും നല്ലൊരു മനുഷ്യരെ ലോകത്തതാ കാണില്ല. അവനൊക്കെ പാപിയാണെന്നുണ്ടെച്ചാൽ കൃഷ്ണനെ കാണാൻ വേണ്ടി അവന്റെ തന്നെ സ്വർണ്ണ തേരിനെ എനിക്ക് തരില്ല. എനിക്ക് തരില്ല. എനിക്കിതാ ഈ തേരില് കയറി ഞാനിതാ ഈ കൃഷ്ണനെ കാണാനായിട്ട് ഇതാ പോകുമ്പോ ഭഗവാനെ കണ്ടു കഴിഞ്ഞാലോ എങ്ങനെയായിരിക്കും ഇപ്പോ ഭഗവാൻ അവിടെ ഇരിക്കുക? എന്തായാലും എനിക്ക് ആ കൃഷ്ണനെ കാണാനായിട്ട് ഇതാ സാധിക്കും. മൃഗങ്ങളൊക്കെ എന്റെ തേരിന്റെ നാല് ഭാഗത്തും ഇങ്ങനെ നടക്കുന്നത് കാണുമ്പോ എന്തായാലും കൃഷ്ണനെ കാണാനായിട്ട് ഇതാ സാധിക്കും എന്നൊക്കെ വിചാരിച്ച് അങ്ങനെ രാവിലെ തേരില് കയറിയതായിരിക്കുന്ന ഉദ്ധവൻ അക്രൂരൻ വൈകുന്നേരം ഒരു 3-3:30 ആയപ്പോഴേക്കും വൃന്ദാവനത്തിൽ എത്തിച്ചേർന്നു. യശോദാദേവി ശ്രീകൃഷ്ണ ഭഗവാനെയും ബലരാമനെയും ഒക്കെ കുളിപ്പിച്ച് പീതനീലംബരധരോ ശരദം അതിമനോഹര സ്വരൂപത്തില് സായന്തനാപ്ലവ വിശേഷ വിവിക്തഗാത്രവും ഇതുവരെയുള്ളതായിരിക്കുന്ന ആഭരണങ്ങളൊന്നും അല്ലാത്ര. ഇത്രയും നന്നായിട്ട് കൃഷ്ണനെ ഇതുവരെ അണിയിച്ചൊരുക്കിയിട്ടുണ്ടോ ചോദിച്ചാൽ പറയാൻ സാധിക്കില്ല. യശോദാദേവി ഇന്നലെ കൃഷ്ണനെ അണിയിച്ചതുപോലെയല്ല ഇന്നണിയിച്ചതുപോലെയല്ല നാളെ. വിശേഷ വിവിക്തഗാത്രവും ഓരോ വിശേഷമായിരിക്കുന്ന രീതിയിൽ ഭഗവാനെ പീതനീലാംബരധരവും നീലാംബരപ്പെട്ടെടുത്ത് വൈകുന്നേരം ആയതോടുകൂടി യശോദാദേവി പശുവിനെ കറക്കാൻ വേണ്ടി പശുവിന്റെ അടുത്ത് അങ്ങനെ വന്നു നിൽക്കുമ്പോൾ വൃന്ദാവനത്തിലെ പശുക്കൾ എന്ന് പറഞ്ഞാൽ ഊർധോഭാരേണ ഭൂയസാപരി, ആനേന്റെ അത്ര വലിപ്പമുള്ള പശുക്കളാണ് വൃന്ദാവനത്തില്. അങ്ങനെയുള്ള പശുവിന്റെ അടുത്ത് യശോദാദേവി വന്നിരുന്ന് പശുവിനെ കറക്കാൻ പുറപ്പെടുമ്പോ യശോദി വലിയ വ്യത്യാസമൊന്നുമില്ല. യശോദി അതെ പൃഥുകട്ടി തട്ടേ ബിഭ്രതി സൂത്രനദ്ധം നല്ല തടിച്ച ശരീരത്ര യശോദയ്ക്ക്. നന്ദഗോപുരം ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ പറയും, യശോദ ഈ വൈകുന്നേരം ഇവിടെ ബാക്കിയാവണ വെണ്ണയും പാലൊക്കെ നീ എന്തിനാ ഇടയ്ക്കിടയ്ക്ക് ഇട്ട് കഴിക്കുന്നത്? എല്ലാ സ്ത്രീകൾ അങ്ങനെയാണ്. അതായത് രാത്രി ഒന്നും വൃത്തിയാക്കില്ല, ഇത് കളയാൻ വയ്യ വിചാരിച്ച് ഒക്കെ എടുത്ത് കഴിച്ച്
യശോദി അതെ പൃഥുഘടിതേ ബിഭ്രതി സൂത്രനദ്ധം പുത്രസ്നേഹ. ഇവിടെ തടിച്ചതായിരിക്കുന്ന യശോദാദേവി ഇപ്പോ പശുവിന്റെ അടുത്ത് അപ്പൊ ദൂരത്ത് നോക്കിക്കഴിഞ്ഞാൽ ഒരു ആനക്കുട്ടി ഇരിക്കുകയാണ്. അങ്ങനെയുള്ള ആ രീതിയിൽ പശുവിന്റെ അകിടന്ന് ഇങ്ങനെ പാല് കറക്കാനായിട്ട് പുറപ്പെടുമ്പോ കയ്യിലേക്ക് പാത്രമെടുത്ത് രാമകൃഷ്ണന്മാര് രണ്ടുപേരും കൂടി പശുവിന്റെ അകിടിന്റെ അടുത്തേക്ക് ആ കൈയങ്ങട് കൊണ്ടുപോയിട്ട് ഇതാ പറഞ്ഞു, അമ്മേ പശുവിനെ കറന്ന് കിട്ടുന്ന പാല് ചൂടാറുന്നതിന് മുന്നേ ആദ്യം എനിക്ക് തരണോ അമ്മേ. അപ്പൊ കല്യാണം പറഞ്ഞു, എനിക്ക് ആദ്യം തരേണ്ടത്. അതല്ല, എനിക്കാണ് ആദ്യം തരേണ്ടത്. യശോദ പറഞ്ഞു, പശുവിനെ കറക്കുന്നില്ല. പശുവിനെ കറക്കാനല്ലേ പാലിതാണ്ടാവുള്ളൂ. ഇങ്ങനെ പീതനീലാംബരധരോ ശരതം ഗുരുഹേക്ഷണോ അതിമനോഹര സ്വരൂപത്തിൽ അങ്ങനെ നിൽക്കുന്ന രാമകൃഷ്ണന്മാരെ അഹോ അങ്കൽകുജാന്യോ ഇതി. ഭഗവാന്റെ പാദസ്പരിശം ഏറ്റതായിരിക്കുന്ന വൃന്ദാവനല്ലേ എന്ന് മനസ്സിലാക്കിയതോട് കൂടിയിട്ട് അക്രൂരൻ വീണതാ നമസ്കരിച്ചു. എഴുന്നേറ്റതോടുകൂടി അപ്പുറത്തും അതെ ഭഗവാന്റെ പാദചിഹ്നങ്ങൾ അവിടെയും നമസ്കരിച്ചു. എഴുന്നേറ്റപ്പോ അപ്പുറത്തും അതെ ഭഗവാന്റെ പാദചിഹ്നങ്ങൾ. ബലരാമൻ ശ്രീകൃഷ്ണ ഭഗവാൻ ദൂരത്തേക്ക് നോക്കിയപ്പോ ഭഗവാൻ ഏട്ടനോട് പറഞ്ഞു, ഏട്ടാ കണ്ടില്ല ഒരാളിങ്ങനെ ഉരുണ്ടു വരുന്നുണ്ട്. അക്രൂരനെ കണ്ടതോടുകൂടി കയ്യിലുള്ള പാത്രം ദൂരത്തേക്ക് വലിച്ചെറിഞ്ഞ് രാമകൃഷ്ണന്മാര് നേരെ അക്രൂരിന്റെ അടുത്തതാണ് എത്തിച്ചോ. അക്രൂരൻ എന്തൊക്കെ പറയണമെന്ന് ഉദ്ദേശിച്ചിട്ടാണോ അവിടേക്ക് ഇതാ എത്തിച്ചേർന്നത്, അതൊക്കെ ആ രാമകൃഷ്ണന്മാരോട് പറഞ്ഞു. നിങ്ങളെ കൂട്ടിക്കൊണ്ട് പോണത് അവിടെ ഉത്സവം കാണാനൊന്നുമില്ല, ആനേനെ കൊണ്ട് ഇല്ലാതെ അക്കാരാണ്, മല്ലന്മാരുണ്ട്. ഭഗവാൻ പറഞ്ഞു, എന്തായാലും എന്നോട് പറഞ്ഞില്ലേ, അച്ഛനോടും അമ്മയോടും ഇത് പറയുന്നത്. പറഞ്ഞിട്ട് ചെന്നങ്ങൾക്ക് അങ്ങോട്ട് പോരാൻ പറ്റില്ല. അന്ന് അവിടെ താമസിച്ചു. പിറ്റേ ദിവസം രാവിലെ ആയപ്പോഴേക്കും ഗോപസ്ത്രീകൾക്ക് മനസ്സിലായി അവിടെ ആരോ ഒരാൾ വന്നിട്ടുണ്ട്. ഗോപസ്ത്രീകള് ഗോവിന്ദ ദാമോദര മാധവേദി, ഗോവിന്ദ ദാമോദര മാധവ എന്നുള്ള ഭഗവാന്റെ തിരുനാമം ജപിച്ച് ശ്രീകൃഷ്ണ ഭഗവാൻ അക്രൂരനോട് കൂടിയിട്ട് നേരെ മധുരയിലേക്ക് ഇതാ എത്തിച്ചേരുന്നു. മധുര പട്ടണത്തില് ഭഗവാന്മാർക്ക് ജയി വിളിച്ചുകൊണ്ട് കാത്തിരിക്കുന്ന മധുരാവാസികള് അങ്ങനെ കൊലയാപീഠത്തിന് മോക്ഷത്തിനെ പ്രദാനം ചെയ്ത് മാത്രമല്ല ആ അമ്പ് വില്ലൊക്കെ പൂജിക്കുന്നതായ സ്ഥലത്ത് എത്തിച്ചേർന്ന് ഭഗവാൻ അങ്ങനെ 3 വളവുള്ളതായിരിക്കുന്ന ഒരു പെൺകുട്ടിയെ കണ്ടപ്പോ ആ പെൺകുട്ടിയുടെ കയ്യില് മുടിയിടാൻ പറ്റുന്നതായ കളഭം ഉണ്ടാകുന്ന മനസ്സിലായപ്പോ ഭഗവാൻ സുന്ദരീന്ന് വിളിച്ചു. സുന്ദരീന്ന് വിളിച്ചു കഴിഞ്ഞാൽ ഈ പെൺകുട്ടി അല്ലാത്തവരൊക്കെ തിരിഞ്ഞു. ഇനിയാണോ വിളിച്ചത് സംശയം. ഈ പെൺകുട്ടി ഇതേപോലെ തിരിഞ്ഞു നോക്കിയില്ല. കാരണം എന്താ, അമ്മ പോലും വിളിച്ചില്ല. അതിന് അപ്പൊ തിരിഞ്ഞു നോക്കിയപ്പോ ഭഗവാനാണ്, സുന്ദരനാണ് എന്ന് മനസ്സിലായി. ദാസ്യസ്മ്യഹം സുന്ദര കംസ സമ്മത ത്രിവക്രമാഖ്യനുലേ പകർമണി. അപ്പൊ സുന്ദരാന്നുള്ള വിളി കേട്ടപ്പോ ഭഗവാൻ അതിലേറെ സന്തോഷമായി. അങ്ങനെ അവര് തന്നതായിരിക്കുന്ന കളഭൊക്കെ ഭഗവാൻ ശരീരത്തിൽ അണിഞ്ഞ് മാലാകാരന്റെ അടുത്തെത്തിച്ചേർന്ന് മാലാകാരനെയും അനുഗ്രഹിച്ച് മല്ലന്മാരുടെ അടുത്തേക്ക് പ്രവേശിച്ചു. ഭഗവാൻ മുകളില് അങ്ങനെ കാത്തു നിൽക്കുന്ന അമ്മാമന്റെ അടുത്ത് കംസന്റെ അടുത്ത് എത്തിച്ചേർന്നു. ശ്രീകൃഷ്ണ ഭഗവാൻ ചെറിയ കുട്ടിയായിരിക്കുമ്പോ ഒരു പീഠത്തിന്റെ മുകളിൽ ഇങ്ങനെ കയറിയിരുന്ന കാലിങ്ങനെ ആട്ടുന്നത്. ആ കാലാട്ടുമ്പോ യശോദ പറയും, കൃഷ്ണ ഇങ്ങനെ കാലാട്ടിക്കഴിഞ്ഞാൽ അമ്മാമന്റെ ആയുസല്ലേ കുറയാ കൃഷ്ണ. ഇമ്മട്ടു കാലാട്ടരുതോമനെ നിന്നമ്മാമൻ ആയുസ് കുറഞ്ഞു പോകും എന്നമ്മ തന്നോട് ചെയ്ത നേരം എന്തോ നിലച്ചൊന്നു ചിരിച്ചു കൃഷ്ണൻ. ഭഗവാൻ ഉള്ളിൽ ചിരിച്ച് പറഞ്ഞു, അമ്മയ്ക്ക് അറിയാനില്ല, അമ്മാമന്റെ ആയുസ് ഇല്ലാതാക്കാനാണ് ഞാനത് അവതരിച്ചത് എന്ന് പറഞ്ഞ് ഭഗവാൻ ഒന്നും കൂടി കാലാട്ടുന്നത്. ആ സമയമായി എന്ന് മനസ്സിലായപ്പോ മഞ്ചമുത്തുങ്കമാരുകൾ മുകളിലേക്ക് കയറി അങ്ങനെ കംസനെ താഴത്തേക്ക് തട്ടിയിട്ടു. കംസനെ മോക്ഷത്തിലെ പ്രദാനം ചെയ്ത് അച്ഛനമ്മമാരെ മോചിപ്പിച്ച് അങ്ങനെ ഉഗ്രസേന മഹാരാജാവ് എത്രയാ വയസ്സായിട്ട് അറിയില്ല. അത്രേ
വയസ്സായ അദ്ദേഹത്തിനോട് ചോദിച്ചു, അല്ല രാജാവായിട്ടിരിക്കണം എന്ന് ആഗ്രഹമുണ്ടോ എന്ന് ചോദിച്ചു. അങ്ങനെ ആഗ്രഹം ഉണ്ടെങ്കിൽ അതുകൂടി ആയിക്കോട്ടെ, മാത്രമല്ല ഇനി അങ്ങ് ഈ യാദവ വംശത്തിലാണ് ജനിച്ചത് എന്ന് വിചാരിച്ച് മൈ ഭൃത്യ ഉപാസീനേ, ഞാനിതാ അങ്ങയുടെ ഭൃത്യനായിട്ടിതാ ഇവിടെ നിൽക്കുന്നുണ്ട്, യാതൊരു തരത്തിലുള്ള പേടിയും വേണ്ടാന്നുള്ള ഉഗ്രസേനെ രാജാവാക്കി കൃഷ്ണകുലത്തില് ജനിച്ചതായ ഉദ്ധവനെ ഭഗവാനിത പ്രധാനമന്ത്രിയാക്കി മാറ്റി. ചതുഷ്ടി മാത്രൈരഹോഭി സർവജ്ഞ, ഭഗവാൻ സർവജ്ഞനാണ്. 64 കലകളും സന്ദീപനി മഹർഷിയുടെ അടുത്ത് പോയി സ്വീകരിച്ച് ഗുരുനാഥന്റെ പുത്രന്മാരെ ഗുരുദക്ഷിണയായിട്ടതാ കൊടുത്ത് ആ ഗുരുനാഥന്റെ അനുഗ്രഹം വാങ്ങി ഭഗവാൻ ഉദ്ധവനെ വൃന്ദാവനത്തിലേക്ക് ഇതാ പറഞ്ഞയച്ചു. ഉദ്ധവൻ വൃന്ദാവനത്തിൽ വന്നതോടുകൂടി അവിടെ നന്ദഗോപര്, അതേപോലെ ആ യശോദാദേവി, നന്ദഗോപർക്ക് ഭഗവാന്റെ കാര്യങ്ങൾ മാത്രമേ പറയാനായിട്ടുള്ളൂ. ഉദ്ധവ, എങ്ങനെയാ ഈ കൃഷ്ണനെ ഞങ്ങള് ജീവിതത്തിൽ അതാ മറക്കുന്നത്? ഉദ്ധവ, എവിടെ ഇരുന്ന് കഴിഞ്ഞാലും കൃഷ്ണനെ മാത്രമേ ഓർക്കാനായിട്ട് ഇതാ സാധിക്കുന്നു. ചന്ദ്രസമാന മുഖവും എപ്പോഴും കൃഷ്ണനെ മാത്രം ഓർത്തുകൊണ്ടിരിക്കുന്ന, ഇനി പുറത്തേക്ക് അങ്ങോട്ട് ഇറങ്ങിക്കഴിഞ്ഞാലോ അവിടെ വൃന്ദാവനമതും ഗോവർദ്ധനമതും ഗോലോകരും ഗോപബാലരും ഗോക്കളും എന്നിവ ഞങ്ങളെ ചിന്ത ചെയ്യിക്കുന്നു. ഉദ്ധവനെ അത്ഭുതമായിത്രേ. സാധാരണ മരണസമയത്ത് തന്നെങ്കിലും കൃഷ്ണ ഒന്ന് ഞങ്ങളുടെ മനസ്സിലേക്കൊന്ന് കയറി വരേത് യോഗീശ്വരന്മാര് പ്രാർത്ഥിക്കുമ്പോ അനവധി കാലം പ്രാർത്ഥിക്കുന്ന അവരുടെ ആ ഹൃദയത്തിലേക്കൊന്നും ഭഗവാൻ പോയി നിൽക്കില്ല. എന്നാൽ ഈ ദത്തഗോപുരം യശോദാദേവിയും എങ്ങനെയാ ഞങ്ങൾ മറക്കാൻ സാധിക്കുന്നില്ല, മറക്കാൻ സാധിക്കുന്നില്ല എന്ന് പറയണ ആ നന്ദഗോപരുടെ ഭക്തി ഗോപസ്ത്രീകള് എത്തിച്ചേർന്നു. ഉദ്ധവനെ കണ്ടതോടുകൂടി എന്തിനാ യുദ്ധവൻ ഇവിടേക്കിതാ വന്നത് എന്ന് പറഞ്ഞ് അവിടെ ആ ഗോപസ്ത്രീകള് ഭഗവാനോടുള്ളതായിരിക്കുന്ന ആ ഭക്തിയെ അവിടെ വെച്ചത് കാണിച്ചതാ തരുണു. മധുപകിതവ ബന്ധോ ദുഷ്ടനായുള്ളൊരു കേശവനെത്രയും ഇഷ്ടസംവർദ്ധനെ പറ്റിയ കുങ്കുമം ശ്മശ്രുക്കളിൽ തേച്ചു വന്ന മധുകര കശ്മല നീ മമാപാദം തുടരുകയോ. ഇന്നോ പുരസ്ത്രീ ജനങ്ങൾക്കു മാധവൻ, നീ ഇവിടെ ഇങ്ങനെ പാട്ടുപാടിക്കഴിഞ്ഞാൽ സമ്മാനം കിട്ടണമെന്ന് വിചാരിച്ചിട്ടാണ് നീ ഇവിടെ നിന്ന് പാട്ട് പാടുന്നത് വെച്ചാൽ അത് ഞങ്ങൾ തരിക, സംശയമില്ല. ഇന്നോ പുരസ്ത്രീ ജനങ്ങൾക്കു മാധവൻ, സമ്മാനം കിട്ടണമെന്ന് വെച്ചാൽ അനേകമതി സ്ത്രീകളോട് കൂടിയിട്ട് അവിടെ അതാ വസിക്കുന്നുണ്ട്. ഒരു മാത്രമേ അവന്റെ അടുത്ത് പോയിട്ട് നീ പാട്ടുപാടിക്കോ. ഈ കറുത്തതായിരിക്കുന്ന ആൾക്കാര് ഞങ്ങൾക്ക് ജീവിതത്തിൽ കണ്ടുകൂടാ. നീ എന്തിനാ ഇവിടേക്ക് എത്തിച്ചേർന്നത്? ഒന്നും അറിയാത്ത ബാലിയെ എന്താ നമ്മൾ തെറ്റ് ചെയ്തത്? എന്തിനു വേണ്ടിയിട്ടാണത് ആ ബാലിയെ നിഗ്രഹിച്ചത്? അച്ഛൻ കൊടുത്തൊരു മാല ബാലിക്കു നൽകിയ എന്തിനു വേണ്ടിയിട്ടാണ് ആ ബാലിയെ നിഗ്രഹിച്ചത്? എന്തെങ്കിലും ഒരു തെറ്റ് ആ ബാലിത ചെയ്തു. മാത്രമല്ല ബലിയുടെ അടുത്തതാ പോയി ഒരു യാചിച്ചു. ഇങ്ങനെ ആ ശ്രീകൃഷ്ണ ഭഗവാനോടുള്ളതായിരിക്കുന്ന പ്രേമം, ആ പരമമായിരിക്കുന്ന ഭക്തി അങ്ങനെ അവരിലൂടെ ഒഴുകി വരുന്നത് കണ്ട സമയത്തൊന്നും മിണ്ടാൻ സാധിക്കാത്തതായിരിക്കുന്ന ഉദ്ധവൻ ആസാമഹോചരണരേണുദുഷാമഹംസ്യാം വൃന്ദാവനേ കിമപി പുൽമലതൗഷധീനാം യാദുസ്ത്യജം സ്വജനം ആര്യപഥം ചഹിത്വാ വേജു മുകുന്ദപദവിം ശ്രുതിഭിർവിമൃഗ്യാം വ്യാസോത്സവേസ്യ വ്യാസോത്സവേസ്യ
ഭുജദണ്ഡ ഗൃഹീതകണ്ഠലബ്ധാശിഷാം. ആർക്ക ഈ ഗോപസ്ത്രീകളെ പോലെ ഭഗവാന്റെ അടുത്തുനിന്ന് ആർക്കാ സാധിച്ചിട്ടുള്ളത്? രാസോത്സവത്തില് ശ്രീകൃഷ്ണ ഭഗവാൻ ഗോപസ്ത്രീകളുടെ കഴുത്തിലേക്ക് ഇതാ കൈയിട്ടുകൊണ്ട് ഇങ്ങനെ ഈ ഭഗവാന്റെ അടുത്ത് സ്വാതന്ത്ര്യത്തോട് കൂടിയിട്ട് നിൽക്കാൻ ഭഗവാന്റെ ഭാര്യയായിരിക്കുന്ന ലക്ഷ്മി ഭഗവതിക്ക് സാധിച്ചിട്ടില്ല. വേറെ ആർക്കെങ്കിലും ബ്രഹ്മാദി ദേവന്മാർക്ക് സാധിച്ചിട്ടുണ്ടോ? ബ്രഹ്മാദി ദേവന്മാര് ശ്രീകൃഷ്ണ ഭഗവാനെ കാണാൻ വേണ്ടി വൈകുണ്ഠലോകത്തിൽ അതാ എത്തിച്ചേരുമ്പോ രാവിലെ കുളിയൊക്കെ കഴിഞ്ഞ് പാലാഴിയിൽ നിന്ന് കുളിയൊക്കെ കഴിഞ്ഞ് മഹാദേവനും അതേപോലെ ബ്രഹ്മാവും ഭാര്യമാരും സകല ദേവീദേവന്മാരും ഇങ്ങനെ കാത്തു നിൽക്കുമ്പോ ആ വൈകുണ്ഠത്തിന്റെ ഉള്ളിലേക്ക് അങ്ങനെ കയറുന്ന അവിടെ അടുത്ത് നിൽക്കുന്ന കാവൽക്കാരുണ്ട്. അത്ര കാവൽക്കാർ നടന്നു വെക്കും പോകാനായി കേട്ടോ. ആയാ പറയാതെ പറയുമ്പോ സകല ദേവീദേവന്മാരും പുറത്തങ്ങനെ കാത്തു നിൽക്കുന്നു. അങ്ങനെ ഭഗവാനെ കാണാൻ വേണ്ടി വൈകുണ്ഠത്തിലേക്ക് എത്തിച്ചേർന്ന് മഹാദേവനും പാർവതീദേവിയും ബ്രഹ്മാവും സരസ്വതീദേവിയും സകല ദേവീദേവന്മാരും കൂടി പ്രദക്ഷിണം ചെയ്തതിന്റെ ഇടയ്ക്ക് എന്തെങ്കിലും ഒരു ശബ്ദം ഉണ്ടാക്കി കഴിഞ്ഞാൽ കാവൽക്കാരപ്പം പറയും, മിണ്ടരുത് ഹരിശരണമേവം അടുത്തു വിട്ടാൻ പാടില്ല, ഹരിശരണം എന്ന് മാത്രമേ പറയാൻ പാടുള്ളൂ എന്നൊക്കെ പറയുമ്പോ തലയും താഴ്ത്തിയ ദേവന്മാര് അനന്തന്റെ പുറത്തെങ്ങനെ കിടക്കുന്ന സാക്ഷാൽ മഹാവിഷ്ണുവിനെ ആ ഭഗവാൻ ഇങ്ങനെ കണ്ടു നിന്ന് തൊഴുതുകൊണ്ട് നിൽക്കുന്ന ദേവീദേവന്മാര് ചിലപ്പോ മഹാദേവൻ ചോദിക്കുന്നതല്ല, ഈ ഭഗവാന്റെ പാദങ്ങളിലേക്ക് ഒന്ന് വീണ്ടും നമസ്കരിക്കട്ടെ എന്ന് ചോദിക്കുമ്പോ അപ്പൊ കാവൽക്കാര് പറയും, അതിനുള്ള അത് ഞങ്ങൾ ആദ്യം വാങ്ങിയിട്ടില്ല, അതുകൊണ്ട് നിങ്ങൾക്ക് അങ്ങനെ നമസ്കരിക്കണം എന്ന് അത്ര ആഗ്രഹം ഉണ്ടെച്ചാൽ ഒരു കാര്യം ചെയ്തോളൂ. ഈ ഭഗവാൻ പാദം വെക്കുന്ന ഒരു പാദപീഠം, ആ പാദത്തിലേക്കാണ് എന്ന് സങ്കല്പിച്ച് ഈ പാദപീഠത്തിലേക്ക് നമസ്കരിച്ചോളൂ എന്ന് പറഞ്ഞ് കിരീട പാദപീഠ. അത്രേ ഈ ദേവന്മാർക്ക് പോലും രാസോത്സവേസ്യ ഭുജദണ്ഡ ഗൃഹീത കണ്ഠലബ്ധാശിഷാം വീരം. ഒരു ദേവീദേവന്മാർക്ക് പോലും കിട്ടാത്തതായിരിക്കുന്ന ഒരു സ്വാതന്ത്ര്യം ഈ ഗോപസ്ത്രീകൾക്കല്ലേ കൃഷ്ണൻ എന്താ കൊടുത്തിട്ടുള്ളത്. അതുകൊണ്ട് വൃന്ദാവനേക്കുമഭി ഉന്മഗതൗഷധീര, ഈ വൃന്ദാവനത്തിന് ഒരു പുല്ലായിട്ട് ജനിക്കാൻ സാധിക്കണേ ഭഗവാനെ. പുല്ലായിട്ട് ജനിക്കുക എന്ന് പറഞ്ഞാൽ അത് എത്രയും വലിയ പുല്ലൊന്നും ആവരുത്. നടക്കുന്ന സമയത്ത് ഗോപസ്ത്രീകളുടെ പാദം തട്ടുന്ന ചെറിയ പുല്ലല്ലേ, ഇങ്ങനെയുള്ള പുല്ലായിട്ട് ജനിക്കാൻ സാധിക്കണേ എന്ന് ഉദ്ധവൻ, പരമജ്ഞാനിയായിരിക്കുന്ന ഉദ്ധവൻ ആ ഗോപസ്ത്രീകളുടെ പാദങ്ങളിലേക്ക് വന്ദേ നന്ദോ വ്രജസ്ത്രീണാം ഹരികഥോൽഗീതം പുരാതി ഭുവനത്രയം. ഏതൊരാളുടെ നാവിൽ നിന്നാണോ ഭഗവാന്റെ തിരുനാമം ഒഴുകി വരുന്നത്, ആ ഗോപസ്ത്രീകളുടെ നാവിൽ നിന്നും ഒഴുകി വരുന്ന തിരുനാമമാണ് ഭുവനത്രയം, 3 ലോകങ്ങളെയും ശുദ്ധീകരിക്കുന്നത്. അങ്ങനെയുള്ള നാമം ജപിക്കുന്ന ഗോപസ്ത്രീകളുടെ പാദരേഖകളിലേക്ക് ഞാനിതാ വീണ്ടും നമസ്കരിക്കണു എന്ന് പറഞ്ഞ് ഉദ്ധവപ്പോ ശ്രീകൃഷ്ണ ഭഗവാന്റെ അടുത്തെത്തി കഴിഞ്ഞാൽ എപ്പോഴും ഞാൻ നമസ്കരിക്കുക. അത്രേ ഭഗവാൻ ചോദിച്ചു, നമസ്കരിക്കണത് ആര്യാ നമസ്കരിക്കണത്? മനസോ വൃത്തയോദസ്യു കൃഷ്ണപാദംബുജാശ്രയ വാചോ വിധായിനിയർന്നാം കായസ്ഥൽ പ്രവണാദിഷു. ആ ഉദ്ധവൻ ഗോപസ്ത്രീകളെ വീണതാ നമസ്കരിച്ചു. പിന്നീടാണ് അവിടെ നിന്ന് ബലരാമസ്വാമിയുടെ വിവാഹം, അതിനുശേഷം ശ്രീകൃഷ്ണ ഭഗവാന്റെ വിവാഹം. രുക്മിണി ദേവി ഭഗവാന് 7 ശ്ലോകങ്ങൾ എഴുതി അയച്ചു. ഭുവനസുന്ദര എന്നുള്ള ആദ്യത്തെ വിളി തന്നെ ഭഗവാൻ തീരുമാനിച്ചിട്ടുണ്ട്. തന്നെ വഴിയാണ് കഴിക്കുക, എന്നെ തന്നെയാണ്. ഇങ്ങനെ എന്നെ മാത്രം ചിന്തിച്ച് ഇരിക്കുന്നതായ ആ ജീവാത്മാവിനെ എൻ്റെ അടുത്തേക്ക് എത്തിച്ചേരുവാനായിട്ട് സാധിക്കുള്ളൂ എന്നുള്ള രുക്മിണി പരിമയും, രുക്മിണി ദേവിയെ ഭഗവാൻ വിവാഹം കഴിച്ച രുക്മിണി സ്വയംവരും
പിന്നീട് ഭഗവാന്റെ പുത്രപൗത്ര വംശ വർണ്ണന് അനവധി വിവാഹ കഥകള് വർണ്ണിച്ചു. ഒരു കല്യാണം കഴിഞ്ഞതോടുകൂടി ഭഗവാൻ ഒരു പ്രത്യേക പേര് കിട്ടിയത് സ്യമന്തകമണേഹർത്ത, സ്യമന്തക കട്ടകമൻ, അങ്ങനെ ഒരു പേരും കൂടി ഭഗവാൻ എന്താ ഉണ്ടായി. പക്ഷേ പേരൊന്നേ കിട്ടിയെന്ന് വെച്ചാലും അതുകൊണ്ട് 2 കല്യാണം കഴിഞ്ഞു. ജാമ്പവതിയെയും കല്യാണം കഴിച്ചു, അതേപോലെ സത്യഭാമയെയും ഭഗവാൻ ഇതാ വിവാഹം കഴിച്ച ചരിത്രം അത് കേട്ട് കഴിഞ്ഞാൽ നമ്മളുടെ ജീവിതത്തിലേക്ക് കയറി വരുന്നതായ ദുരിതങ്ങൾ, ദുരിതമപോഹ്യയാതിശാന്തി, ദുരിതങ്ങളൊക്കെ അതാ ഇല്ലാതായിട്ട് തീരും. പിന്നീടാണ് ആ 5 വിവാഹ കഥകൾ വർണ്ണിക്കുന്നത്. 16,000 കന്യകമാരെ ഒന്നിച്ച് ഭഗവാൻ നരകാസുരന്റെ കൊട്ടാരത്തിൽ പോയി. അവിടെ തടവില് കിടക്കുന്നതായ 16,000 കന്യകമാര് അവരെല്ലാവരും കൂടി ആ നരകാസുരന്റെ കൊട്ടാരത്തിൽ പോയപ്പോ ഇന്ദ്രൻ പറഞ്ഞതും വരുണൻ പറഞ്ഞതുമായ കാര്യങ്ങളും, ഇന്ദ്രന്റെ അമ്മയുടെ കാതിലുള്ള ആഭരണം കണ്ടു, അതേപോലെ വരുണന്റെ പെൺകൊറ്റക്കൊടി കണ്ടിട്ടുണ്ട്. പറഞ്ഞത് ശരിയാട്ടോ, മനസ്സിലായിട്ടുള്ളത്. അതൊക്കെ എടുത്തു വരുമ്പോഴാണ് കാരാഗ്രഹത്തിൽ നിന്ന് 16,000 കന്യകമാര് ഒരുമിച്ച് ഭഗവാനോട് പ്രാർത്ഥിക്കുന്നത്. ഭൂയാൽ പതിജയം മഹ്യം, ഭൂയാൽ പതി, ഭഗവാനെ ഒരു കാര്യം ഞങ്ങൾ ഉറപ്പായി, അന്ന് മാത്രമാണ് പതി, വേറെ ആരും പതിയല്ല, അങ്ങക്കെ രക്ഷിക്കാൻ സാധിക്കുള്ളൂ എന്ന് ഞങ്ങൾക്ക് ഇതാ മനസ്സിലായി. അങ്ങനെ രക്ഷിതാവായിരിക്കുന്ന ഭഗവാൻ അവരൊക്കെ തൻ്റെ കൊട്ടാരത്തിലേക്ക് ഇതാ കൂട്ടിക്കൊണ്ടുവന്നു. ഇതൊക്കെ കൊടുക്കണ്ടേ, ഇന്ദ്രനും കൊടുക്കണം, വരുന്നനും കൊടുക്കണം. അങ്ങനെ ഇവിടെ സത്യഭാമയോട് കൂടിയിട്ട് ഗരുഡന്റെ പുറത്ത് കയറി. പിന്നെയും ആ ദേവലോകത്ത് മണ്ഡലോദ്യാനത്തിൽ ഇതാ എത്തിച്ചേർന്നു. അങ്ങനെ ആ അതിഥി ദേവിയുടെ കുണ്ടലങ്ങളൊക്കെ കൊടുത്ത് തിരിച്ചു വരുമ്പോഴാണ് നന്ദനോദ്യാനം കണ്ടത്. നന്ദനോദ്യാനം കണ്ടപ്പോൾ ഭാര്യയായിരിക്കുന്ന സത്യഭാമ പറഞ്ഞു, ഭഗവാനെ കല്യാണം കഴിഞ്ഞ് നമ്മൾ ഇതുവരെ ടൂറൊന്നും പോയില്ലല്ലോ, ആദ്യമായിട്ടല്ലേ, അതുകൊണ്ട് കുറച്ചേരം ഇവിടെ ഇന്നാ തരക്കടില്ല. കാരണം നന്ദനോദ്യാനത്തിൽ ഇരിക്കുമ്പോൾ അവിടെ പാരിജാതത്തിന്റെ പൂക്കളൊക്കെ കണ്ടപ്പോൾ സത്യഭാമയ്ക്ക് തോന്നിയിട്ടേ, ഭഗവാനെ ഈ പാരിജാതത്തിന്റെ ചെറിയൊരു കൊമ്പ്, അതാണ് ചിലപ്പോൾ ഈ ഭാര്യമാരോടൊക്കെ കൂടെ ആരെങ്കിലും എവിടെയെങ്കിലും പോയാൽ അവിടെ എന്തൊക്കെ കള്ളിച്ചെടി ഉണ്ടോ അതൊക്കെ എടുക്കുന്നത് പോലെ സത്യഭാമ പറഞ്ഞാൽ കേൾക്കാതിരിക്കാൻ പറ്റുമോ? കല്യാണം കഴിഞ്ഞാലുള്ള കുഴപ്പം പറയാതിരിക്കുക, ഏത് ഭാര്യ എന്ത് പറഞ്ഞാലും കേൾക്കണം, കേൾക്കാതിരിക്കാൻ പറ്റില്ല. സത്യഭാമ പറഞ്ഞു പാരിജാതത്തിലെ ചെറിയൊരു കഷ്ണം കിട്ടണം. ഭഗവാൻ പറഞ്ഞു, നിത്യപാരിജാതമാകുന്ന ഞാൻ നിന്റെ എത്തിനാ നീ നാളത്തേക്ക് ഇല്ലാതാവുന്ന ഈ പാരിജാതത്തില് നീ എന്തിനാ അതിനെ ആഗ്രഹിക്കുന്നത്? അപ്പൊ സത്യഭാമ പറഞ്ഞു, എന്റെ ഇപ്പോഴത്തെ ആഗ്രഹം എന്താ ചോദിച്ചാൽ ഈ പാരിജാതത്തിന് ഒരു കൊമ്പ് വേണം, കൊടുക്കാതിരിക്കാൻ പറ്റുമോ? ഗരുഡൻ പോയി നോക്കിയപ്പോ അവിടെ പ്രത്യേകമായിട്ട് എഴുതി വെച്ചിട്ട് പൂക്കളെ കാണുക മാത്രമേ പാടുള്ളൂ, പറ്റാൻ പാടില്ല. അങ്ങനെ ഗരുഡൻ അത് കൊമ്പ് കൊണ്ട് ഒരു കഷ്ണം എടുക്കാന്ന് വിചാരിച്ചു. പക്ഷെ ഉൽപ്പാട്യ പാരിജാതേന, സ്വർലോകത്തിന് പാരിജാതം മാത്രമല്ല, എന്ത് തൽഗന്ധാസവലം സദാ, തൽഗന്ധാസവലം പട, ഈ പാരിജാതത്തിലെ വാർത്ത ചിന്തിച്ചുകൊണ്ട് നിൽക്കുന്ന കുറെ ആൾക്കാരുണ്ടായിരുന്നു. അവർക്ക് ഒരു തരി പോലും പാരിജാതത്തിന്റെ ദുരന്തം കിട്ടാത്ത രീതിയിൽ ഗരുഡൻ വേരോട് കൂടിയിട്ട് പാരിജാതം പറിച്ച് ഇപ്പോൾ കൊണ്ടുവന്നതാണ് വെച്ച് കരിഹീസിലെ അധ്യായം. അതേപോലെ സത്യഭാമയോട് കൂടിയിട്ടുള്ള ഭഗവാന്റെ ആ സംസാരങ്ങള് രുക്മിണി ദേവിയോട് കൂടിയിട്ട് രുക്മിണി ദേവി ഭഗവാനോട് ഇതാ സംസാരിക്കുന്നു. അതാണ് രുക്മിണി ദേവി മോഹാലസ്യപ്പെട്ട് വീണത് കണ്ടപ്പോ ഭഗവാൻ തന്നെ രുക്മിണിയുടെ അടുത്തതാ എത്തിച്ചേർന്നു. അവസാനം പറഞ്ഞു രുക്മിണിയോട്, നീ എന്താ രുക്മിണി ഇങ്ങനെ മോഹാലസ്യപ്പെട്ട് വീണാലോ? ഭാര്യാഭർത്താക്കന്മാരെ മുമ്പ് ചിലപ്പോൾ ഒന്നും രണ്ടൊക്കെ കിട്ടുമെന്നും പറയില്ലേ, നീ ഇങ്ങനെ ഇവിടെ വീണാലോ? ഒരു കാര്യം എനിക്ക് നിന്നോട് പറയാനുള്ള, അതെ എന്നെ പോലെ പ്രണയിനിയും എന്നെ സ്നേഹിക്കാൻ വേറൊരാളെ എനിക്കതായി ലോകത്തെ കാണുന്നില്ല എന്ന് രുക്മിണിയോട് അങ്ങോട്ട് പറഞ്ഞപ്പോ പിന്നെ രുക്മിണിക്ക് മനസ്സിലായിട്ട് കൃഷ്ണനെ പ്രണയിക്കേണ്ടത് ഭഗവാൻ തന്നെയാണ് പ്രണയിക്കേണ്ടത് എന്ന് അതാ മനസ്സിലാവുന്ന അങ്ങനെ ഭഗവാൻ ആ രുക്മിണി ദേവിക്ക് കൊടുക്കുന്നതായിരിക്കുന്ന സന്ദേശങ്ങള്. പിന്നീടാണ്
രാജസൂയ യാഗത്തിലേക്ക് എത്തിച്ചേരണം എന്നുള്ള ആ നാരദ മഹർഷിയുടെ വാക്ക് കേട്ടതോട് കൂടിയിട്ട് ഉദ്ധവനോട് കൂടിയിട്ട് നേരെ മധുര അവിടെ മഗധ രാജാവായിരിക്കുന്ന ജരാസന്ധന്റെ അടുത്ത് എത്തിച്ചേർന്നു. ജരാസന്ധനെ വധിച്ചതോട് കൂടിയിട്ട് കാരാഗ്രഹത്തിൽ കിടക്കുന്ന 16,000 രാജാക്കന്മാര് നേരെ മുന്നിലെങ്ങനെ ശോഭിക്കുന്ന പീതാംബരപ്പെട്ടുകൊടുത്ത് നിൽക്കുന്ന ഭഗവാനെ കണ്ടപ്പോ കൃഷ്ണായ വാസുദേവായ ഹരേ പരമാത്മനെ പ്രണതക്ലേശനാശായ ഗോവിന്ദായ നമോ നമഃ. നമസ്തേ ദേവദേവേശ പ്രപഞ്ചാർത്തിഹയാവ്യയ. അതിഗംഭീരമായിട്ടുള്ള ആ ദേവന്മാരുടെ സ്തുതി, രാജാക്കന്മാരുടെ സ്തുതിയൊക്കെ കേട്ട് ഭഗവാനെ അവരേതാ നേരെ രാജസൂയയാഗത്തിലേക്ക് ഇതാ പാണ്ഡവരെ കൂട്ടിക്കൊണ്ടുവരുന്നു. ഭഗവാന്റെ നേതൃത്വത്തിൽ അതിഗംഭീരമായിട്ടുള്ള രാജസൂയ യാഗം കഴിഞ്ഞതോട് കൂടിയിട്ട് ശിശുപാലനും മോക്ഷത്തിനെ പ്രദാനം ചെയ്തു. ദുര്യോധനൻ വെള്ളമില്ലാത്ത സ്ഥലത്ത് വെള്ളം ഉണ്ടെന്ന് വിചാരിച്ചു. അങ്ങനെ ഇവിടെ വെള്ളമില്ല വിചാരിച്ച് നടക്കുമ്പോൾ വെള്ളത്തിലേക്ക് ഏട്ടം വീണ പിന്നെ അനുജന്മാർക്ക് വീഴാതെ വയ്യല്ലോ ഉള്ള രീതിയിൽ എല്ലാവരും വെള്ളത്തിൽ അങ്ങനെ മുങ്ങി വെള്ളത്തിൽ എല്ലാവരും ഇങ്ങനെ മുങ്ങിപ്പോകണത് കണ്ടപ്പോൾ എല്ലാവരും ചിരിക്കുന്നുണ്ട്. കുറച്ച് കഴിഞ്ഞപ്പോൾ മറ്റുള്ളവർക്കൊക്കെ ചിരി തിന്നു. പക്ഷേ ദുര്യോധന എഴുന്നേറ്റ് നോക്കിയപ്പോൾ പാണ്ഡവരുടെ ഭാര്യ ചിരിക്കുന്നതാണ് കണ്ടത്. എന്തായിട്ടും പാഞ്ചാലിക്ക് ചിരി നിർത്താൻ സാധിച്ചില്ല. പാഞ്ചാലി അവസാനം ശ്രീകൃഷ്ണ ഭഗവാനെ പുറത്തേക്ക് ഭഗവാൻ കൈകൊണ്ട് കാണിച്ചു, എത്ര മനുഷ്യൻ തിരിച്ചു ഒരു കുഴപ്പമില്ല. അതിന് പിന്നിൽ ആ പാഞ്ചാലി ഇതാ ചിരിക്കുന്നു. അങ്ങനെ മഹാഭാരത യുദ്ധമൊക്കെ കഴിഞ്ഞു. ബലരാമസ്വാമി അവിടെ നിന്നത് യാത്രയായി ലോകം മുഴുവൻ സഞ്ചരിച്ച് നൈമിശാരണ്യത്തിൽ എത്തിച്ചേർന്നു. ഭഗവാന്റെ അതിമനോഹരമായിരിക്കുന്ന കഥകളങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുമ്പോ ഇപ്പോഴാണ് വയസ്സാവുന്ന സമയത്ത് അത്രേ ആൾക്കാർക്ക് ഓർമ്മ ഉണ്ടാവുക. പണ്ട് പഠിച്ച ആൾക്കാരെ കൂടി ഒരുമിച്ചൊരു ഗ്രൂപ്പ് ഉണ്ടാക്കിയാലോ, ഒന്നാം ക്ലാസ് പഠിക്കുന്ന ആൾക്കാരൊക്കെ നമ്പർ എടുത്ത്, 2ാം ക്ലാസ് പഠിക്കുന്ന വ്യക്തികളുടെ ആൾക്കാരൊക്കെ നമ്പർ എടുത്ത് ശ്രീകൃഷ്ണ ഭഗവാനും തോന്നിയത്രേ പണ്ട് ഒരാളുണ്ടായിരുന്നു ഒരു കൂട്ടത്തില്. അങ്ങനെ ആ സുധാമാവ് ഭഗവാനെ പറ്റിയിട്ട് ഓർത്ത് അതും ഭാര്യ പറഞ്ഞതത്രേ, എല്ലാവരും ഗ്രൂപ്പ് ഉണ്ടാക്കേണ്ടത് നമുക്ക് ഉണ്ടാക്കേണ്ട എല്ലാവരും അതാ ആ ആളുകളൊക്കെ അതാ കാണാൻ പോകുമ്പോ അങ്ങും ഭഗവാനെ കാണാൻ പോവല്ലേ എന്നങ്ങടെ ഭാര്യ പറഞ്ഞതോട് കൂടി അയം ഹി പരമോ ലാഭ അല്ലെ, ഈ ജീവിതത്തിലല്ലേ ലാഭം എന്ന് പറയുക. ഞാൻ കൃഷ്ണനെ കാണണമെന്ന് വിചാരിച്ചില്ല. പക്ഷെ ഭാര്യ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ പറയാത്രേ, പോവില്ലേ കൃഷ്ണനെ കാണാൻ. ഇതല്ലേ ജീവിതത്തിലെ ലാഭം. അയം ഹി പരമോ ലാഭ ഉത്തമ ശ്ലോക ദർശനം. ഉത്തമ ശ്ലോകനായിരിക്കുന്ന ഭഗവാനല്ലേ കാണുന്നത്. പക്ഷേ അവിടേക്ക് പോണ സമയത്ത് എന്തെങ്കിലും ഒന്ന് കൃഷ്ണന്റെ മുന്നിൽ കൊണ്ടുപോയി കൊടുക്കണ്ടേ. അതാണ് ഗൃഹേ കല്യാണി തീയതം. എന്താ കൃഷ്ണനെ കൊണ്ടുപോയി കൊടുക്കേണ്ടത്? കല്യാണി എന്ന് പറഞ്ഞാൽ ഈ സ്ത്രീയുടെ പേരല്ല. കല്യാണി എന്ന് പറഞ്ഞാൽ എന്താ അർത്ഥം? ഇന്ന് വരെ ഭർത്താവിനോട് ഇല്ല എന്ന് പറയാത്ത സ്ത്രീയെയാണ് കല്യാണി എന്ന് പറയുന്നത്. അപ്പൊ നമ്മളൊക്കെ കല്യാണിമാരാണോ അകല്യാണിമാരാണോ? ഗൃഹേ കല്യാണി തീയതം. അങ്ങനെ 4 പിടി അവര് അത് ഒരു കിളി പോലെ ആക്കി തന്റെ ഭർത്താവിന്റെ കയ്യിൽ കൊടുക്കുമ്പോൾ തന്റെ ഭർത്താവിന്റെ കയ്യിൽ കൊടുക്കണമെന്നല്ല വിചാരിക്കുന്നത്. ഭർത്തയെ പ്രാതാതുമായാലും ഈ ലോകത്തിന്റെ ഭർത്താവായിരിക്കുന്ന ഭഗവാന്റെ കയ്യിലേക്കാണ് കൊടുക്കുന്നത്. ഭഗവാന്റെ അടുത്തതാ എത്തിച്ചേരുന്നു. ശ്രീകൃഷ്ണ ഭഗവാൻ അവിൽക്കിഴി തുറന്ന് ഒരു പിടി എടുത്ത് കഴിച്ചു. എല്ലാവിധ ഐശ്വര്യം ഉണ്ടാവട്ടെ എന്നതാ പ്രാർത്ഥിച്ചു. തന്റെ ഗൃഹത്തിലേക്ക് എത്തിച്ചേർന്നതോടുകൂടി നേരത്തെ കണ്ട സ്ഥലമൊന്നുമില്ല, അത്ഭുതമായി. സൗഹൃദ സഖ്യ മൈത്രി ദാസ്യം അതൊക്കെ ഐശ്വര്യം തരുന്ന ഒരാൾ വിളിച്ചാൽ അയാളെ മൊബൈൽ നമ്പർ അല്ലേ വേണ്ടത്, അയാളായിട്ടല്ലേ ബന്ധം വേണ്ടത് എന്നുള്ള രീതിയിൽ കൃഷ്ണനെ മാത്രം ചിന്തിച്ച് ഭഗവാനെ മാത്രം ചിന്തിച്ച് ഇരുന്ന സുധാമാവിന്റെ ചരിത്രം. പിന്നീടാണ് എല്ലാവരും കൂടി ഒരുമിച്ച് സമന്തപഞ്ചക ക്ഷേത്രത്തിൽ എത്തിച്ചേർന്ന് അവിടെ വരാത്തതായിട്ടുള്ള ആളില്ലാത്ത എല്ലാ ഭക്തന്മാരും ഇപ്പോ സമന്തപഞ്ചക ക്ഷേത്രത്തിലാണ്. അനർത്ഥ കേരള കേരളത്തിലുള്ള ആൾക്കാരൊക്കെ പ്രയാഗമൊക്കെ വന്നാലില്ലേ
കുംഭമേളൊക്കെ വന്നു കഴിഞ്ഞാൽ അപ്പൊ എവിടെ ആൾക്കാർ ചോദിച്ചാ അങ്ങോട്ട് പോയതാണ് എന്ന് പറയുന്നത് പോലെ എല്ലാവരും കൂടി കൂടി. എന്താ കാരണം? അവിടെ ശ്രീകൃഷ്ണ ഭഗവാൻ എവിടെയാണോ ഉള്ളത് അവിടെയാണ് ഭക്തന്മാരുണ്ടാവും. എല്ലാവരും ഒരുമിച്ചതാ കൂടി പലതരത്തിലുള്ള ഉപദേശങ്ങൾ. ഇന്ന് പോവാൻ നാളെ പോവാന്ന് വിചാരിച്ച ആൾക്കാര് ഭഗവാന്റെ അടുത്തുനിന്ന് പോവാൻ സാധിക്കാതെ 3-4 മാസം അവിടെ താമസിച്ചു. പിന്നെ മഴയൊക്കെ പെയ്തപ്പോ അവര് തന്റെ ഗൃഹങ്ങളിലേക്ക് യാത്രയായി. അവരെല്ലാവരും കൂടി ഒരുമിച്ച് ഭഗവാനോട് പ്രാർത്ഥിക്കണം. അഹുസ്ഥതേ നളിനാഭപരാരവിന്ദം യോഗേശ്വരേരഹൃതിജിന്യമഗാധബോധൈ സംസാരപൂപപതിതോത്തരണാവലംബം ഗഹംജുഷാമപി മനസ്സി ഉദിയാൽ സദാന. ഉദിയാൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആരും പറയാതെയാണ് സൂര്യൻ ഉദിച്ചു വരും. അതേപോലെ ഭഗവാനെ നിങ്ങൾ എപ്പോഴെങ്കിലും ഒക്കെ അങ്ങനെ തിരുനാമം ഇങ്ങനെ ജപിച്ചെന്ന് വെച്ചാൽ എന്ത് വേണം? എല്ലാ സമയത്തും അങ്ങ് നിങ്ങളുടെ മനസ്സിലെങ്ങനെ ഉദിച്ചു വരണേ എന്നുള്ള ലോകസ്ത്രീകളുടെ പ്രാർത്ഥന. പിന്നീട് വേദങ്ങളെ ഭഗവാനെ സ്തുതിക്കുന്നു. മരിച്ചുപോയതായിരിക്കുന്ന കുട്ടികളെയൊക്കെ അച്ഛനമ്മമാർക്ക് കൊണ്ടുപോയിട്ട് കൊടുക്കുന്നു ഭഗവാൻ. ശ്രീകൃഷ്ണ ഭഗവാന്റെ സഹോദരിയായിരിക്കുന്ന സുഭദ്ര, ആ സുഭദ്രയെ അർജുനനാണ് വിവാഹം കഴിക്കുന്നത്. ദുര്യോധന്റെ കല്യാണം കഴിച്ചു കൊടുക്കണമെന്ന് ആദ്യം തീരുമാനിച്ചത്. ഇത് അർജുനന്റെ അഭിമുഖം. കാരണം അർജുനും കൃഷ്ണനും കൂടി കാളിന്തി നദിയിൽ കുളിക്കണേക്ക് ഇടയ്ക്ക് അർജുനൻ ചോദിച്ചു, അല്ല കൃഷ്ണ എന്റെ വീട്ടില് എന്തോ കല്യാണക്കഥയൊക്കെ കേൾക്കുന്നുണ്ടല്ലോ, അതിനെന്താ അർജുന? ഞങ്ങളെ സഹോദരി കല്യാണത്തിന് പ്രായമായി കഴിഞ്ഞാൽ ഞങ്ങൾ കല്യാണം കഴിച്ചു കൊടുക്കും. ആർക്കാ ചോദിച്ചാൽ എന്റെ കണ്ണൂരിന്റെ ഒരാൾ ഒരു വൃത്തം കെട്ട ഒരുത്തൻ ദുര്യോധനൻ. ഞാനല്ലാട്ടോ തീരുമാനിച്ചത്, ഏട്ടനാണ് ഇതിൻ്റെ ഒക്കെ ആള്. ദാസ്യതീതി അങ്ങനെ ഏട്ടനാണ് ദുര്യോധന് ഇഷ്ടനായിരിക്കുന്നത്. ദുര്യോധനെ വിവാഹം കഴിച്ചു കൊടുക്കാൻ വേണ്ടി തീരുമാനിച്ചത്. ഭഗവാൻ അവിടെ ഇരുന്ന് അർജുനോട് പറഞ്ഞു, അർജുന ഈ വിവാഹ പ്രായമൊക്കെ ആവുമ്പോൾ ചിലപ്പോ ആൺകുട്ടികളെ അടിച്ചാൽ പെൺകുട്ടികളെ കണ്ടാൽ ചിലപ്പോ അവര് സംസാരിക്കും, വർത്തമാനം പറയും, ചിലപ്പോൾ മൊബൈൽ നമ്പറും വാങ്ങിക്കുന്നത്. ചിലവർക്ക് അവരെന്നെ കല്യാണം കഴിക്കാൻ സാധിക്കും, ചിലവർക്ക് കല്യാണം കഴിക്കാൻ സാധിക്കില്ല. ഈ കല്യാണം കഴിക്കാൻ സാധിക്കാത്ത ആൾക്കാര്, അവരെ കല്യാണം കഴിക്കാൻ സാധിക്കാത്ത ആൾക്കാർ ഇങ്ങനെ അവരിങ്ങനെ രുദ്രാക്ഷമാലയൊക്കെ ഇട്ട് ഏതെങ്കിലും സന്യാസമൊക്കെ ഏതെങ്കിലും ആശ്രമത്തിലൊക്കെ പോയിരിക്കുന്നത് ഞാൻ കാണാറുണ്ട്. അല്ല പറഞ്ഞേ ഉള്ളൂ അർജുന അത് പറഞ്ഞ് ഭഗവാൻ അങ്ങോട്ട് പോയപ്പോ അർജുനന് തോന്നി കൃഷ്ണൻ പറഞ്ഞതിൽ എന്തോ കാര്യങ്ങൾ എത്ര പെട്ടെന്നാ പൂജാവസ്ഥകളിൽ പോയത് അറിയില്ല. അങ്ങനെ ഭസ്മൊക്കെ എടുത്ത് കൂടിയിട്ട് രുദ്രാക്ഷമാലയൊക്കെ അതാ കഴുത്തിലടിഞ്ഞ് അങ്ങനെ കാവ്യം കൊണ്ടൊക്കെ കൊടുത്ത് ഇപ്പോ ദ്വാരകാ കൊട്ടാരത്തിന്റെ മുന്നിലുള്ള ആലിന്റെ തൊട്ടിലാണ് അർജുനൻ പോയിരിക്കുന്നത്. അവിടെ ഏതോ ഒരു സന്യാസി വന്നിട്ടുണ്ടെന്ന് അറിഞ്ഞപ്പോ എത്ര ആൾക്കാരാ വരുന്നത് അറിയില്ല. അതിന് ബലരാമന് മനസ്സിലായി. ബലരാമൻ കൃഷ്ണന്റെ അടുത്ത് വന്ന് പറഞ്ഞു, കൃഷ്ണ നമ്മുടെ കൊട്ടാരത്തിന്റെ മുന്നില് ഒരു സന്യാസി വന്നിട്ടുണ്ട്, അദ്ദേഹം പല അത്ഭുത കാര്യങ്ങളൊക്കെ നടത്തുന്നുണ്ട് എന്നാ കേട്ടത്. അതുകൊണ്ട് നാളെ ഞാൻ എന്തായാലും സന്യാസിയെ കാണാൻ പോകുന്നുണ്ട്, നീ കൂടി വരണമെന്ന്. ഭഗവാൻ അസലായിട്ട് അറിയാം ആരാ അവിടെ ആ സന്യാസ വേഷം കെട്ടിയിരിക്കുന്നത്. ബലരാമൻ അണിച്ചാൽ ആ നിറം പോലത്തെ ചേർക്കാൻ പുറത്ത് നല്ല വെളുത്ത അതേപോലെ ശുദ്ധമായിട്ടുള്ള ആളാണ് ബലരാമൻ. അല്ല ബലരാമൻ കൃഷ്ണനോടും കൂടിയിട്ട് നേരെ ഇപ്പോ സന്യാസിയെ കാണാനായിട്ട് ഇതാ വരുന്നു. സന്യാസിയെ കണ്ടപ്പോ പല സംശയങ്ങളൊക്കെ ചോദിച്ചു. അപ്പൊ ശിഷ്യന്മാര് പറഞ്ഞു, സന്യാസി ഇപ്പോ മൗനപർവ്വത്തിലാണ് മിണ്ടിരിക്കുന്നത്, എന്ത് കഴിഞ്ഞാൽ ആരാധനത് മനസ്സിലാവും. മാത്രമല്ല വലിയൊരു സഞ്ചി ഉണ്ട് ഇത്ര കയ്യില്. സന്യാസിമാരൊക്കെ കയ്യില് സഞ്ചി സവ്യസാചിയാണ്. 2 കയ്യിലും തറമ്പുള്ള ഒരൊറ്റയാളേ ഉള്ളൂ ലോകത്ത്, അത് അർജുനന്. അത് കണ്ടു കഴിഞ്ഞാൽ ബലരാമന് മനസ്സിലാവും എന്നുള്ള രീതിയിൽ ഇരിക്കണ ആ അർജുനൻ. അവസാനം ശിഷ്യന്മാര് പറഞ്ഞു, സന്യാസി സമാധിയിൽ നിന്ന് ഉണർന്നു കഴിഞ്ഞാൽ അങ്ങയുടെ സംശയമൊക്കെ നിങ്ങൾ ചോദിച്ച് കഷ്ടകടലാസിൽ എഴുതിയിട്ട് അങ്ങോട്ട് കൊണ്ട് പറഞ്ഞുതരാൻ പറഞ്ഞു. ബലരാമൻ സന്യാസിയെ കണ്ട ഉടനെ കാക്കലേക്ക് വീണ് നമസ്കരിച്ചു. കൃഷ്ണൻ എങ്ങനെ നോക്കി നിൽക്കുമ്പോൾ കൃഷ്ണനോട് പറഞ്ഞു, കൃഷ്ണ സന്യാസിമാരെ കണ്ടങ്ങനെ നോക്കിയിട്ട് ചെയ്യാം, നമസ്കരിക്കാൻ പറഞ്ഞു. ഭഗവാനെ നമസ്കരിക്കാൻ മനസ്സൊന്നുമില്ല, എന്നാലും ഏട്ടൻ പറഞ്ഞാൽ കേൾക്കാതിരിക്കാൻ പറ്റുമോ എന്ന് വിചാരിച്ച് വീടങ്ങനെ നമസ്കരിച്ചു. നമസ്കരിച്ചപ്പോൾ ഭഗവാൻ പറഞ്ഞു, എടാ അർജുന, നീ നിന്റെ കാക്കൽ എന്നെ വീഴ്ത്തി എപ്പം കാണിച്ചു തരാന്ന് പറഞ്ഞ്
മണലെടുത്ത് കൊടുത്തു അത്രേ കാലിന്. അർജുനന് മിണ്ടാൻ പറ്റുമോ? ബലരാമ വന്ന കൃഷ്ണനോടെന്താ പറഞ്ഞു, അല്ലെ കൃഷ്ണ, ഈ സന്യാസിമാരൊന്നും ഇങ്ങനെ മഴയും വെയിലൊന്നും കൊണ്ട് ഇരിക്കേണ്ട ആൾക്കാര്, അവരൊക്കെ സുഖമായിട്ട് താമസിക്കേണ്ട ആൾക്കാര്. അതുകൊണ്ടതാ ഇവരെ ഇന്ന് വൈകുന്നേരം നമ്മളെ കൊട്ടാരത്തിലേക്ക് ഇതാ കൂട്ടിക്കൊണ്ടുവരണമെന്നാണ് വിചാരിക്കുന്നത്. കൃഷ്ണഭഗവാൻ എന്റെ ബലരാമനോട് പറഞ്ഞു, ഏട്ടനോട് പറഞ്ഞു, ഏട്ടാ ഈ സന്യാസാശ്രമൊക്കെ എനിക്ക് നല്ല ബഹുമാനമുണ്ട്, പക്ഷെ ഈ ചെറുപ്പക്കാരുടെ സന്യാസം അത്രയൊക്കെ ബഹുമാനമുള്ളൂ കേട്ടോ പറഞ്ഞു. അപ്പൊ അങ്ങനെയൊന്നും പറയരുത് പറഞ്ഞ സുഭദ്ര താമസിക്കുന്നതിന്റെ അടുത്ത മുറിയാണല്ലോ സന്യാസിക്ക്. വൈകുന്നേരം ആയി കഴിഞ്ഞാൽ സുഭദ്ര വന്ന് സന്യാസിയുടെ മുറിയിൽ 5 തിരിയിട്ട് ഒരു വിളക്ക് കത്തിച്ചു വെക്കും. വലിയ താമസമില്ലാതെ അർജുനൻ അവിടെ ഇരുന്ന് ആ വിളക്ക് ഊതിക്കെടുക്കും. എന്നിട്ട് അവിടെ ഇരുന്ന് ഇങ്ങനെ നാമം ചൊല്ലിക്കും, വാസുഭദ്ര 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 വാസുഭദ്ര. ഈ വാസുഭദ്ര എന്നുള്ളത് ഭഗവാന്റെ ഒരു പേരാണ്. ഇയാൾക്ക് ഈ നാമം തന്നെ ചോദിക്കണോ, വേറെ എത്ര പേരുണ്ട്? ഈ നാമം ചെന്ന് കേട്ട് കഴിഞ്ഞാൽ അപ്പുറത്തുനിന്ന് സുഭദ്ര വരും. അപ്പൊ അർജുനൻ ചോദിക്കും സുഭദ്രയോട്, എന്തിനാ വന്നത്? അല്ല എന്നെ വിളിച്ചില്ലേ? ഞാൻ ആരെയും വിളിച്ചില്ല, ഞാൻ ഇവിടെ നാമം ജപിച്ചതല്ലേ. പിന്നെ നാമം ജപമൊന്നും വേണ്ട, അല്ലാതെ തന്നെ അങ്ങോട്ടും ഇങ്ങോട്ടും കണ്ടോ വർത്തമാനം പറഞ്ഞു. എന്തോ മഹാഭാഗ്യത്തിന് അന്ന് മൊബൈൽ ഫോൺ ഉണ്ടായിരുന്നില്ല. ഇങ്ങനെ കണ്ട് അവസാനം സുഭദ്ര അർജുനോട് ചോദിച്ചു, അന്ന് ലോകം മുഴുവനും സഞ്ചരിക്കുന്ന ആളല്ലേ, സന്യാസിയല്ലേ, അന്ന് മധുരയില് ഇവിടെ ഇന്ദ്രപ്രസ്ഥത്തിൽ പോയിട്ടുണ്ടോ ചോദിച്ചു. പോയിട്ടുണ്ട് പറഞ്ഞു. അവിടെ യുധിഷ്ഠിരേട്ടന് സുഖല്ലേ? സുഖാണല്ലോ. ഭീമേട്ടനും സുഖാണ് പറഞ്ഞു. നകുല സഹദേവന്മാർക്കോ അവർക്കും സുഖാണ് പറഞ്ഞു. അപ്പൊ സന്യാസി ഇങ്ങോട്ട് ചോദിച്ചു, അല്ല എന്റെ സുഭദ്രയെ നീ മധ്യമ പാണ്ഡവനായിരിക്കുന്ന അർജുനനെ പറ്റി ഒന്നും ചോദിക്കാനുള്ളത്? അർജുനേട്ടനെ പറ്റിയിട്ട് എനിക്ക് ആലോചിക്കാൻ പോലും വയ്യ. അർജുനനെ എന്നെ വിവാഹം കഴിക്കണം എന്നാണ് എനിക്കും അത്. അർജുനെ കല്യാണം കഴിക്കണം എന്നാണ് എനിക്ക് ആഗ്രഹം. പക്ഷെ എന്താ ചെയ്യുക, ഏട്ടന്മാരെല്ലാവരും കൂടി ദുര്യോധന എന്നെ വിവാഹം കഴിച്ചു കൊടുക്കാൻ വേണ്ടി ഏർപ്പാടാക്കി. അത് എവിടെയെങ്കിലും എന്നെ വിവാഹം കഴിക്കാൻ സാധിക്കാതെ സന്യാസവേഷമൊക്കെ കെട്ടി അർജുനൻ സഞ്ചരിക്കുന്നുണ്ട് എന്നാണ് ഞാൻ കേട്ടത്. എവിടെയെങ്കിലും വെച്ച് അന്ന് കണ്ടിട്ടോ എന്ന് ചോദിച്ചപ്പോ അർജുനൻ അവിടെ ഇരുന്ന് പറഞ്ഞു, ഞാൻ കണ്ടിട്ടുണ്ട് കേട്ടോ സുഭദ്രയെ. അപ്പൊ എവിടെയായിരിക്കുന്നത് ചോദിച്ചു. എവിടെയായിരിക്കുന്നത് ചോദിച്ചാൽ ശ്രീകൃഷ്ണ ഭഗവാന്റെ സഹോദരിയായിരിക്കുന്ന സുഭദ്രയുടെ മുന്നിലായിരിക്കുന്നത്. പിന്നെ സുഭദ്ര അവിടെ നിന്ന് അങ്ങനെ ശ്രീകൃഷ്ണ ഭഗവാൻ വൈകുന്നേരം വന്ന് അർജുനനെയും സുഭദ്രയെയും അടുത്തേക്ക് വിളിച്ചു വരുത്തി പറഞ്ഞു, അർജുന, എനിക്ക് ഇതൊക്കെ ഞങ്ങൾക്ക് വേണ്ടിയിട്ട് ചെയ്തു തരാൻ സാധിക്കുള്ളൂ. ഏട്ടന്റെ കയ്യിലെ ഇരുമ്പിന്റെ ഒലക്കുക ആലോചിക്കുമ്പോൾ തന്നെ പേടിയാവുണ്ട് എന്ന് പറഞ്ഞ് അത് വൈകുന്നേരം സുഭദ്ര ഓടിക്കുന്ന ആ തേരില് അർജുനൻ യാത്രയായിട്ടേ. ഇത് മനസ്സിലായി ബലരാമന് ഓടി വന്ന് കൃഷ്ണനോട് പറഞ്ഞു, കൃഷ്ണ കണ്ടില്ലേ, കള്ള സന്യാസി നമ്മളെ സഹോദരിയെ കട്ടുകൊണ്ടുപോയി പറയുന്നേ. അപ്പൊ ഭഗവാൻ പറഞ്ഞു, ഏട്ടാ ഞാൻ അങ്ങനെയല്ല കേട്ടത്. പിന്നെ നീ എങ്ങനെയാ കേട്ടത്? നമ്മളുടെ സഹോദരി സുഭദ്ര അർജുനനെ കട്ടുകൊണ്ടുപോയി എന്നാണ് കേട്ടത്. തേര് ഓടിക്കുന്നത് ഇവിടെ സുഭദ്രയാണ് തേര് ഓടിക്കുന്നത്. അപ്പൊ തന്നെ ബലരാമന് മനസ്സിലായി, കൃഷ്ണ ഇതിൻ്റെയൊക്കെ ഡയറക്ഷൻ നീയല്ലേ. നേരെ അർജുനനെയും സുഭദ്രയെയും ഇതാ വിളിച്ചു വരുത്തുന്നു. അങ്ങനെ ബലരാമന്റെ നേതൃത്വത്തില് സുഭദ്രാഹരണം. പിന്നീടാണ് വൃക്കാസുരന്റെ ചരിത്രം. അതിനുശേഷം ദ്വാരകയിൽ വെച്ച് നടന്നതായിരിക്കുന്ന സന്താനഗോപാലം മുക്തിയായിരിക്കുന്ന സാക്ഷാൽ ഭഗവൻ ഒരു ബ്രാഹ്മണന് ഉണ്ടാവുന്നതായിരിക്കുന്ന കുട്ടികളങ്ങനെ മരിച്ചു പോകുമ്പോൾ ഓരോരോ കുട്ടികളെയും ശവശരീരെടുത്ത് സുധാമ സദസ്സിൽ വന്ന് ആ ബ്രാഹ്മണൻ ഭഗവാനെ പറ്റിയിട്ട് അങ്ങനെ പറയുമ്പോൾ നവമേ ബാലേ അവസാനം ഉണ്ടായ കുട്ടിയുടെ ശവശരീരവുമായിട്ട് വരുമ്പോൾ കൃഷ്ണനെ പറ്റിയിട്ട് ഓരോന്ന് പറയുന്നത് ആ അർജുനന് കേൾക്കാനായിട്ട് സാധിക്കുന്നില്ല. അർജുനൻ താഴത്തേക്ക് ഇറങ്ങി വന്ന് ബ്രാഹ്മണനോട് പറഞ്ഞു, ബ്രാഹ്മണൻ ഇനി അങ്ങക്ക് ഒരു ഉണ്ണി ഉണ്ടാവും എന്ന് വെച്ചാൽ ആ ഉണ്ണിയെ ഞാൻ രക്ഷപ്പെടുത്തി തരാമോ എന്ന് ചോദിച്ചാൽ, അന്ന് ആരാ ഇന്ന് വരെ ഇവിടെ കണ്ടില്ലല്ലോ. നിങ്ങൾ ഈ ഭഗവത് ഭക്തന്മാർ എന്തെങ്കിലും പ്രയാസങ്ങൾ ഉണ്ടെച്ചാൽ അത് കൃഷ്ണന്റെ അടുത്ത് വന്ന് പറഞ്ഞു. അങ്ങേ ഇവിടെ കണ്ടില്ലല്ലോ. അങ്ങ് ആരാ? അങ്ങ് എന്താ അവിടെ ഇരിക്കാൻ കാരണം? ഈ കൃഷ്ണന്റെ സഹോദരി സുഭദ്രയെ നല്ല കല്യാണം കഴിച്ചു, അതുകൊണ്ടാണ് ഇതാ അവിടെ ഇരിക്കുന്നത്. എന്നാൽ എനിക്കുണ്ടാവുന്ന ഇനിയുള്ള ആ ഉണ്ണിയെ രക്ഷപ്പെടുത്താൻ അങ്ങക്ക്
സമ്മതിക്കുന്നില്ല എന്നുണ്ടെങ്കിൽ തീ ചാടിച്ചാവുന്ന പ്രതിജ്ഞ ചെയ്യാനായിട്ട് പറയുന്നു. അങ്ങനെ പ്രതിജ്ഞ ചെയ്തു. ബ്രാഹ്മണന് സന്തോഷമായി. പൂർണ്ണ ഗർഭിണിയായിരിക്കുന്ന ആ സ്ത്രീയുടെ പ്രസവ സമയത്ത് അർജുനൻ എത്തിച്ചേർന്ന് സൂതികാഗൃഹം നിർമ്മിച്ച് ഉള്ളിൽ നിന്ന് ഉണ്ണി ഉണ്ടായി എന്നുള്ള വാക്ക് കേട്ടപ്പോ ബ്രാഹ്മണന് എത്രയാ സന്തോഷമായിട്ട് അറിയില്ല. ബ്രാഹ്മണൻ വന്നതാ പറയുന്നു, അന്നുള്ളതുകൊണ്ടാട്ടോ എനിക്കിതായി ഉണ്ണിയെ കിട്ടിയത് എന്ന് പറഞ്ഞുകൊണ്ടിരിക്കുമ്പോ ഉണ്ണി അങ്ങനെ ആകാശത്തേക്ക് ഇതാ സഞ്ചരിച്ചു പോയി എന്നുള്ള വാക്കും കൂടി കേട്ടു. അങ്ങനെ തീയിലേക്ക് എടുത്ത് ചാടാനായിട്ട് നാം പുറപ്പെടുമ്പോ ശ്രീകൃഷ്ണ ഭഗവാൻ വന്ന് രക്ഷിക്കണോ. ദർശയേ ആ ബ്രാഹ്മണന്റെ ഉണ്ണികളെ നമുക്ക് കാണണ്ടേ അർജുന, ദർശയെ ഞാൻ കാണിച്ചു തരാം എന്ന് പറഞ്ഞ തേരിലേക്ക് അങ്ങനെ കയറ്റി ലോകാലോക പർവ്വതവും കഴിഞ്ഞ് അങ്ങനെ ആ വൈകുണ്ഠ ലോകത്ത് ശാന്താകാരം ഭുജഗശയനം പത്മനാഭം സുരേശം വിശ്വാധാരം ഗഗനസദൃശം. അർജുനതൊന്നും എല്ലാത്തിലും നിൽക്കുന്നത് കുട്ടികളെ പടി എവിടെയെങ്കിലും ഉണ്ടോ? അങ്ങനെ 10 കുട്ടികളെ ഇതാ കണ്ടു. ആ കുട്ടികളോട് ചോദിച്ചു, ആരാ നിങ്ങളുടെ അച്ഛനാരാ അമ്മയാരാണ് ചോദിക്കുമ്പോ വിശ്വനാഥൻ പിതാവൂതമുക്കെല്ലാം വിശ്വധാത്രീ ചരാചര മാതാവും അച്ഛനും പുനരമ്മയുണ്ടല്ലോ രക്ഷിച്ചിടുവാൻ. അച്ഛനാരാ ചോദിച്ചപ്പോ സംശയമില്ലാത്ത വീണ്ടും ഇതുപോലെ കാണിച്ചു കൊടുത്തു. മഹാലക്ഷ്മിയെ കാണിച്ചു കൊടുത്തു. മായ പ്രയോഗിച്ച് കുട്ടികളെ തേരിലേക്ക് അതാ കയറ്റി ബ്രാഹ്മണന്റെ ആ ഗൃഹത്തിന്റെ മുന്നില് തേര് കൊണ്ടുപോയിട്ട് നാം നിർത്തി. അർജുനനോട് പറഞ്ഞു ബ്രാഹ്മണനെ പോയിട്ട് വിളിക്കാൻ. അർജുനൻ പോയി ബ്രാഹ്മണന്റെ വാതില് തൊട്ട ശബ്ദം ഉണ്ടാക്കിയപ്പോ ബ്രാഹ്മണൻ വാതില് തുറന്നു. നേരെ മുന്നിൽ അങ്ങനെ അർജുനെ കണ്ടപ്പോ ചോദിച്ചു, സത്യല്ലേടാ ഇല്ല, നിന്നോട് എത്ര പ്രാവശ്യം പറഞ്ഞു പോയി ചാവാൻ വേണ്ടിയിട്ട് നടക്കണമെന്ന് പറയുമ്പോഴാണ് ഭഗവാൻ ഇതാ കണ്ടത്. അങ്ങനെ ഭഗവാന്റെ പാദങ്ങളിലേക്ക് വീണ്ടതാ നമസ്കരിക്കുന്നു. യൽക്കിഞ്ചിൽ പൗരുഷം പുംസാം മേനേ കൃഷ്ണാനുകമ്പിതം. കൃഷ്ണനില്ലെങ്കിൽ ഞാൻ ആരും അല്ലാന്ന് അർജുനന് മനസ്സിലാക്കി കൊടുക്കുന്നതായ സന്താന ഗോപാലൻ. അർജുന് ഒന്നും മിണ്ടേണ്ട കാര്യം ആലോചിച്ചു. സർവജ്ഞനായിരിക്കുന്ന ഭഗവാൻ സദസ്സിൽ അങ്ങനെ ഇരിക്കുന്ന സമയത്ത് അർജുനന് ഇതൊക്കെ ഞാൻ നേരെയാക്കി തരാം എന്നുള്ള ഭാവത്തില് ബ്രാഹ്മണനെടുത്ത് പറഞ്ഞിട്ടുണ്ടോ? എല്ലാം അറിയുന്നതും ഈ ലോകത്തിലെ മുഴുവനും പുനകു സൃഷ്ടിച്ചും ഭരിച്ചും സംഹരിച്ചിട അങ്ങനെയുള്ള ഭഗവാൻ മുന്നിൽ അങ്ങനെ നിൽക്കുന്ന സമയത്ത് എന്തിനായി അർജുനൻ ഞാനാട്ടോ ഞാൻ നേരെയാക്കി തരാം. അതാണ് പല ആൾക്കാരും ഞാൻ പറഞ്ഞത് ഞാനാണ് ഇതിനൊക്കെ നേരെയാക്കുന്നത് എന്നുള്ള ഭാവത്തിൽ നമ്മൾ നടന്നിട്ട് ഒരു കാര്യമില്ല. അതാണ് സന്താന ഗോപാലത്തിലൂടെ ഭഗവാൻ നമുക്ക് കാണിച്ചതൊക്കെ ഭഗവാൻ നിയന്ത്രിക്കുന്നുണ്ട്. എല്ലാതിനെയും ഭഗവാൻ നിയന്ത്രിക്കുന്നുണ്ട്. ഇതിലൊന്നും ഇങ്ങനെ പരിഭ്രമിച്ച് നടന്നിട്ട് കാര്യമില്ലാന്ന് ആ സന്താന ഗോപാലത്തിലൂടെ ഇന്നവിടെ തൃപ്പൂണിത്തറ എന്ന ഉത്സവം നടക്കുന്ന സമയമാണ്. പൂർണ്ണത്ര ഈശ്വരന്റെ ഉത്സവം നടക്കുന്നതായിരിക്കുന്ന സമയമാണ്. ആ ഭഗവാന്റെ പാദങ്ങളിലേക്ക് നമുക്കും അതെ വീണ്ടും നമസ്കരിക്കാം. സുഖം സ്വകുര്യാം നിവസൻ ദ്വാരകായാം ശ്രേയപതി. സുഖം ഭഗവാൻ എങ്ങനെയാണ് എപ്പോഴും സുഖമായിട്ട് അത്രയൊക്കെ ഭാര്യമാരുണ്ടായിട്ടും ലോകത്തിന് മുഴുവനും നിയന്ത്രിച്ചിട്ടും ഭഗവാന്റെ മുഖത്ത് ആ പുഞ്ചിരിയാണ് എന്ന് പറഞ്ഞ് ദശമസ്കന്ധം അവസാനിപ്പിക്കുന്നത് ഭഗവാന്റെ കഥകളെ കേൾക്കാണ് കേട്ടത് എന്ന് പറഞ്ഞുകൊണ്ടാണ് ദശമസ്കന്ധം പറഞ്ഞത് സമർപ്പിച്ചത്. പിന്നീടാണ് ഉപദേശങ്ങൾ. ആദ്യം തന്നെ നവയോഗീശ്വരന്മാരുടെ ആ ഉപദേശങ്ങൾ 125 വർഷക്കാലം മനുഷ്യ ശരീരം സ്വീകരിച്ച ആ ഭഗവാൻ ഇവിടെ നിന്ന് യാത്രയാവാണ് എന്ന് മനസ്സിലാക്കിയ ഉദ്ധവൻ ഭഗവാന്റെ പാദങ്ങളിൽ വീണതാ നമസ്കരിക്കണം. 24 ഗുരുനാഥന്മാരെ പറ്റിയിട്ട് ഇതാ വർണ്ണിച്ചു. ഹംസാവതാരത്തിനെ വർണ്ണിച്ചു. പിന്നീട് ഇവിടെ ഭക്തി ജ്ഞാന വൈരാഗ്യ യോഗങ്ങളെ പറ്റിയിട്ടൊക്കെ അതാ വർണ്ണിച്ചു. ഹംസഗീത വർണ്ണിച്ച്, ഭിക്ഷുഗീത വർണ്ണിച്ച്, പിന്നീടാണ് എങ്ങനെയാണ് ഭഗവാനെ പൂജ കഴിക്കേണ്ടത് ഉപദേശങ്ങളൊക്കെ കേട്ടതായിരിക്കുന്ന ഉദ്ധവൻ ഭഗവാന്റെ പാദങ്ങളിലേക്ക് വീണതാ നമസ്കരിക്കുന്നു. നമോസ്തുതേ മഹായോഗിൻ. മഹായോഗിയായിരിക്കുന്ന ഭഗവാന്റെ പാദങ്ങളിലേക്ക് വീണ് നമസ്കരിച്ച്
ഭഗവാൻ തന്നതായിരിക്കുന്ന ആ നിധിയടികള് പ്രസാദമായി സ്വീകരിച്ച് ബദരികാശ്രമത്തിൽ എത്തിച്ചേർന്ന് ഹരേ ഭഗവാന്റെ അടുത്തേക്ക് യാത്രയായ ഉദ്ധവൻ ബലരാമസ്വാമി അനന്തനായിട്ട് മാറി. ഭഗവാൻ തന്റെ ആ രൂപത്തിനെ അവിടെ നിന്ന് മാറ്റുന്നു. പിന്നീടാണ് ദ്വാദശ സ്കന്ധം, അതിൽ കൽക്കിയായിട്ട് ഭഗവാൻ അവതരിക്കുന്നു. അതിനുശേഷമാണ് ബ്രഹ്മോപദേശം. പിന്നീടാണ് ഇവിടെ ആ മാർക്കണ്ഡേയന്റെ ചരിത്രവും കൂടി പാരായണം ചെയ്ത് ദ്വാദശ സ്കന്ധത്തിലെ 11ാമത്തെ അധ്യായത്തില് ദ്വാദശ ആദിത്യന്മാരെ കൂടി വർണ്ണിച്ചുകൊണ്ടാണ് നമ്മൾ പാരായണം സമർപ്പിച്ചത്. അടുത്ത അധ്യായത്തിലാണ് ഭാഗവത സംഗ്രഹാധ്യായവും മംഗളാധ്യായവും പാരായണം ചെയ്ത് നമുക്ക് സമർപ്പിക്കാം. ഓം നമോ ഭഗവതേ വാസുദേവായ.